ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ഒരുമിച്ച് ആ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ നല്ല ഒരു അവസരത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രിയമുള്ളവരെ, 1 ദിനവൃത്താന്ത പുസ്തകം 23 അധ്യായം അതിന്റെ 30 മുതലുള്ള തിരുവചനത്തിൽ വർഷിപ്പ് ലീഡേഴ്സിനെ കുറിച്ചുള്ള ഒരു സെക്ഷൻ മോശയിലൂടെ ദൈവം പറയുകയാണ്. അതിങ്ങനെയാണ്. അവിടെ ദാവീദിലൂടെ ഇത് ക്രമപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതിങ്ങനെയാണ് അവിടെ പറയുന്നത്: പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം. ഹല്ലേലൂയ. ഇസ്രായേലിൽ രാജാവായ ദാവീദിന്റെ നേതൃത്വത്തിലുള്ള ഒരു ദൈവാലോചനയിലൂടെ വെളിപ്പെട്ട നിർബന്ധമാണ് ദൈവമക്കൾ ദൈവത്തെ രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും, രാവിലെയും സന്ധ്യയിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും ദൈവത്തെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കണം. തുടങ്ങുന്നത് ആരാധനയിലായിരിക്കണം, അത് അവസാനിക്കുമ്പോഴും ആരാധനയിലായിരിക്കണം. വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ദൈവവുമായിട്ട് ആരാധനയിലൂടെയുള്ള ഒരു ബന്ധം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പ്രാർത്ഥനാ വേളയിൽ, എൻ്റെ പ്രാർത്ഥന മുറിയിൽ, എൻ്റെ പ്രാർത്ഥന മണിക്കൂറിൽ ദൈവത്തിന്റെ ആത്മാവുമായി സ്വർഗവുമായി കണക്ട് ആയപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദർശനം കാണാനിടയായി. ഒരു ദൂതന്റെ കയ്യിൽ നിന്ന് ഒരു കാഹളം ഒടിഞ്ഞു പോയി. ഉടനെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഒരു സ്വരം കേൾക്കുക ഇങ്ങനെയാണ് ഉണ്ടായത്: ആരാധന നഷ്ടപ്പെട്ടു എങ്കിൽ ബാക്കി എല്ലാം ഉണ്ടായിട്ടും അതിന്റെ പൂർണ്ണതയിൽ അത് ശുശ്രൂഷയായി ദൈവസന്നിധിയിൽ പരിഗണിക്കപ്പെടുകയില്ല. ആരാധനയ്ക്ക് അത്ര പ്രാധാന്യമുണ്ട് ദൈവ ശുശ്രൂഷയിൽ. ദൈവസന്നിധിയിൽ ശുശ്രൂഷയേക്കാൾ മികവായി ദൈവസന്നിധിയിൽ നിലകൊള്ളുന്നതാണ് ആരാധന. ഒരിക്കൽ എനിക്കൊരു ശുശ്രൂഷ ചെയ്യുവാൻ, പ്രസംഗിക്കുവാനോ പ്രവചിക്കുവാനോ അവസരം കിട്ടിയില്ല എങ്കിലും എനിക്ക് ആരാധിക്കുവാൻ എപ്പോഴും അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ശുശ്രൂഷയല്ല വലുത്, ആരാധനയാണ് ദൈവസന്നിധിയിൽ വലുത്. ആരാധനയിലൂടെയാണ് വാസ്തവത്തിൽ ശുശ്രൂഷ രൂപപ്പെടുന്നത്. ഒരു ശുശ്രൂഷയ്ക്ക് മുഖമുണ്ടാകുന്നത്, ഒരു ശുശ്രൂഷയ്ക്ക് ബോഡി ഉണ്ടാകുന്നത്, ഒരു ശുശ്രൂഷയ്ക്ക് രൂപമുണ്ടാകുന്നത് ആരാധനയ്ക്കുള്ളിൽ വെച്ചായിരിക്കണം. ആരാധനയ്ക്കകത്ത് വെച്ച് ശുശ്രൂഷയുടെ കുറവിനെ ദൈവം തന്റെ കൂടം കൊണ്ട് അടിച്ച് പരത്തി ഉടച്ച് ഒരുക്കി എടുക്കും. ആരാധനയുടെ മണിക്കൂറിൽ ശുശ്രൂഷകന്റെ മേലുള്ള കുറവുകൾ ദൈവം തന്റെ കൂടം കൊണ്ട് അടിച്ച് പരത്തി എടുക്കും. ആരാധനയുടെ മണിക്കൂറിൽ ശുശ്രൂഷകന്റെ മേൽ വേണ്ട കൃപാവരത്തിന്റെ യോഗ്യതയ്ക്ക് തക്കവണ്ണം ഇവൻ സ്ട്രോങ് ഒരു അനോയിന്റിങ് ഇവന്റെ മേൽ ഇല്ല എങ്കിൽ അതങ്ങനെ സ്ട്രോങ് ആക്കുന്ന ഒരു പ്രക്രിയ വെളിപ്പെടുന്നത് ആരാധനയുടെ മണിക്കൂറിലാണ്. എന്റെ പ്രിയമുള്ളവരെ, ആരാധനയ്ക്കകത്താണ് ശുശ്രൂഷയുടെ രൂപമുണ്ടാകുന്നത്, ശുശ്രൂഷയുടെ സാധ്യത വെളിപ്പെടുന്നത്, ശുശ്രൂഷയുടെ മഹത്വം വെളിപ്പെടുന്നത്, ശുശ്രൂഷയുടെ വാക്കുകൾ പ്രകടമായി വരുന്നത് ആരാധനയുടെ അകത്താണ്. അതാരും മറന്നു പോകരുത്. ആരാധനയില്ലാത്ത ഒരു ശുശ്രൂഷകനും ദൈവസന്നിധിയിൽ ശുശ്രൂഷകനായി പരിഗണിക്കപ്പെടുന്നില്ല. ദൈവത്തെ പ്രൈസ് ചെയ്യാത്ത മണിക്കൂറുകൾ മണിക്കൂറുകൾ ദൈവത്തെ പ്രൈസ് ചെയ്യാത്ത, വർഷിപ്പ് ചെയ്യാത്ത ആരെയും ദൈവം തന്റെ ശുശ്രൂഷകനായി ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നില്ല. ദൈവം ഒരുവനെ ശുശ്രൂഷകനായി നിയോഗിക്കുന്നുവെങ്കിൽ അതിനു മുന്നമേ അവനോട് അവന്റെ അധരത്തിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ആ ആരാധനയ്ക്കകത്താണ് ശുശ്രൂഷ പദവി അവന്റെ മേൽ ദൈവം അലങ്കരിക്കുന്നത്. ആരാധനയില്ലാത്ത ഒരു ശുശ്രൂഷയും ദൈവസന്നിധിയിൽ ശുശ്രൂഷയായി പരിഗണിക്കപ്പെടുന്നില്ല. ആരാധിക്കുന്നവന്റെ അകത്താണ് ശുശ്രൂഷ കിടക്കുന്നതും. ആരാധനയുള്ളവന്റെ ഉള്ളിലാണ് ശുശ്രൂഷ ദൈവം വിതച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ചില ശുശ്രൂഷകൾ അതാത് മണിക്കൂറിലാണ് വെളിപ്പെടുന്നത്, അതാത് സെക്കൻഡിലാണ് വെളിപ്പെടുന്നത്. എന്നാൽ ചില ശുശ്രൂഷകൾ മുന്നമേ നേരത്തെ തന്നെ, ഇന്നലകളിൽ തന്നെ അതിന് വേണ്ട വിതയും കൂടി ദൈവം വിതയ്ക്കും. ഹല്ലേലൂയ. ഉദാഹരണമായി, ചില വർഷങ്ങൾക്ക് മുമ്പ്
ഞാനൊരു സർവീസിന് വേണ്ടി ഒരു രാജ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായി, അവിടുന്ന് കോൾ വരുന്നതിന് മുമ്പായി, ആ വിളി വരുന്നതിന് മുമ്പായി ഒരു ആരാധന വേളയിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ഫ്ലൈറ്റ് എന്നെ കാണിക്കുകയാണ്, ആ രാജ്യം കാണിക്കുകയാണ്. ഞാൻ അപ്പോൾ മുതലേ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയോഗം ഏറ്റെടുക്കുകയും അന്ന് മുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോഴെല്ലാം അവിടെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോഴാണ് എന്നൊക്കെ എനിക്ക് വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പേ ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് വെളിപ്പെടുകയാണ്, എനിക്ക് പരിചയപ്പെടുകയാണ്. അത് ദൈവം എൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. എന്നാൽ ചില സമയങ്ങളിൽ, ഇന്ന് ഈ മണിക്കൂറിൽ ഞാൻ അല്പ തിരക്കിലും മറ്റു കാര്യങ്ങളായിരുന്നു, എനിക്ക് അധികമായി ദൈവസേന ഇരിക്കാൻ പറ്റിയില്ല. എന്നാൽ ഈ മണിക്കൂറിൽ കർത്താവിന് മുമ്പിൽ ഇരിക്കുമ്പോഴാണ് കർത്താവിനോട് ഈ വിഷയം തന്നെ, ഞാൻ ഇതിനു മുമ്പ് ഈ 1 ദിനവൃത്താന്തം 23-30 എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മെമ്മറിയിൽ ഇല്ല. ഇപ്പോൾ എൻ്റെ മുൻപിൽ ഞാൻ വചനമെടുത്തപ്പോൾ എൻ്റെ മുൻപിലേക്ക് ഈ വചനം വന്ന് വീഴുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ ഞാൻ കണ്ട ഒരു ദർശനമാണ്, ഒരു ദൂതന്റെ കയ്യിൽ നിന്ന് കാഹളം ഒടിഞ്ഞുപോയി. ആ സമയം പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം എന്നിൽ പ്രകടമാവുകയാണ്. ആ ജ്ഞാനത്തിൽ നിന്ന് ഇന്നത്തെ ശുശ്രൂഷയുടെ ആരംഭം, തുടക്കം കുറിക്കാനുള്ള ഏരികൾ എനിക്ക് പരിചയപ്പെടുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ആരാധനയില്ലെങ്കിൽ നമ്മൾ എവിടെയും എത്തുകയില്ല. ആരാധനയ്ക്കെതിരെ സംസാരിക്കുന്നവൻ പിശാചിന്റെ സന്തതിയാണ്, അവൻ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകനല്ല. ആരാധനയ്ക്കെതിരായി നിൽക്കുന്നവൻ എല്ലാവരും ദൈവസന്നിധിയിൽ നിത്യതയിൽ കടക്കുകയില്ല. ആരാധനയ്ക്ക് എതിർ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആരാധന പുതിയ നിയമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ആരാധന പഴയ നിയമത്തിലെ കാഹളധ്വനികൾ മാത്രം മുഴക്കുന്ന രീതിയിലുള്ള ആരാധനയല്ല പുതിയ നിയമത്തിൽ. പുതിയ നിയമത്തിലെ കാഹളം നമ്മുടെ അധരമാണ്, നമ്മുടെ നാവാണ്, നമ്മുടെ വായാണ്. അതാണ് ഹെബ്രായ 13:15 നിങ്ങളുടെ അധരങ്ങളുടെ ബലിയാകുന്ന സ്തോത്ര ബലി അർപ്പിക്കുവിൻ. പുതിയ നിയമത്തിലെ ശുശ്രൂഷകൻ ഒരു പുരോഹിതനാണ്. ആ രാജകീയ പൗരോഹിത്യത്തിന്റെ അകത്ത് ആരാധനയാണ് തേജസ്സായി, മുന്നമായി, മുമ്പിലായി നിലയുറപ്പിച്ചു നിൽക്കുന്നത്. നമ്മുടെ മുൻപിൽ ആരാധനയാണ് മുൻപിട്ട് നിൽക്കുന്നത്. ആരാധിക്കാത്ത ഒരു സർവീസും സ്വർഗത്തിൽ നിലകൊള്ളുകയില്ല. ആരാധിക്കാത്ത ഒന്നും ഒരുവനും സ്വർഗത്തിന് ലക്ഷ്യം വെച്ചാണ് പോകുന്നതായിരിക്കാം. ഈ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലാണ്. ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ആരെ സുഖിപ്പിക്കുന്ന രീതി ദൈവത്തിന്റെ സന്നിധിയിലില്ല. യേശുക്രിസ്തുവിന്റെ കാൽവരിക്ക് ശേഷം അങ്ങനെ ഒരു സിസ്റ്റം മാറിപ്പോയി. അസഹിഷ്ണുവാനായ ദൈവത്തിന്റെ പ്രതിനിധികളാണ് ഭൂമിയിലെ ദൈവ ശുശ്രൂഷകർ. അവർ ജ്വലിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ശുശ്രൂഷ ദൈവമാണ് അവനെ ഏൽപ്പിക്കുന്നത്. എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ്, അതെല്ലാം ദൈവമാണ് നിയോഗിച്ചാക്കുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലെ സർവീസുകളിൽ ഒരു സർവീസ് ചെയ്യുന്ന ഓരോ സർവീസിലും അതിനു മുമ്പായി ആരാധന വെളിപ്പെടണം. ആരാധനയിൽ പരിചയമില്ലാത്ത അഭിഷേകം ദൈവത്തിൽ നിന്നുള്ളതല്ല. ആരാധനയിൽ പരിചയമില്ലാത്ത ഒരു അഭിഷക്തനും ദൈവത്തിൻ്റെതല്ല. ആരാധനയിൽ പരിചയമില്ലാത്ത ഒരു സ്വർഗീയ ശുശ്രൂഷകൻ ഈ ഭൂമിയിൽ, ഞാൻ പറയുന്നത് ഏതെങ്കിലും കുരിശിട്ട് നടക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട പള്ളികളുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ടവരോ അങ്ങനെയൊന്നല്ല ഞാൻ ഈ പറയുന്നത്. ദൈവം നിയോഗിച്ചാക്കുന്ന ശുശ്രൂഷകരുടെ അകത്ത് ആരാധനയും അവർക്ക് അവരുടെ അഭേദ്യമായ ബന്ധമുണ്ടാകും. ഹല്ലേലൂയ. ദൈവം വിളിച്ച് വേർതിരിക്കുന്നവരും ദൈവത്തെ വിളിച്ച് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരും ഉണ്ട്. ഈ ഭൂമിയിൽ 2 കൂട്ടം ശുശ്രൂഷകളാണ് വെളിപ്പെടുന്നത്. ദൈവത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്, നല്ലതാണ്, ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ദൈവം പറഞ്ഞിട്ടും യോഹന്നാൻ 3:34 ദൈവം അയച്ചവൻ, ഹല്ലേലൂയ, അടുത്ത പദം എങ്ങനെയാണ് പറയുന്നത്? ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അയക്കുമ്പോൾ ദൈവം അയച്ചവന്റെ കയ്യിൽ ദൈവ ശുശ്രൂഷയുടെ വാക്കുകൾ, അത് ഞാൻ മുമ്പ് നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലെ ഏത് ശുശ്രൂഷകന്റെ മുൻപിലും ശുശ്രൂഷയ്ക്ക് മുൻപായി അവൻ ആരാധിക്കുന്ന ഒരു ശീലം അവൻ അറിയാതെ അവന്റെ അകത്തളത്തിൽ, അവന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത്, അവന്റെ പ്രാർത്ഥനയുടെ വേളയിൽ, പ്രാർത്ഥനാ മണിക്കൂറിൽ, ദൈവിക വെളിപാടുകൾക്കകത്ത് ഇത് രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ആരാധന. എന്റെ പ്രിയമുള്ളവരെ, ആരാധന
മോശമായി ചിത്രീകരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആരാധന ഏതോ ഒരു പെന്തക്കോസ്ത വിഭാഗത്തിൽപ്പെട്ടവർ കാണുന്നു, ആരാധന കേവലം ചില കരിസ്മാറ്റിക്കുകാർക്ക് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് പലരും എന്നെയൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പാലക്കാട് ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോ അവിടുന്ന് എന്നെ അവര് തടയാനിടയായി. ഹല്ലേലൂയ വേണ്ട, അധികം നന്നായിട്ട് പ്രസംഗിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ നന്നായിട്ട് പ്രസംഗിക്കുക, ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവര്, ആ ദിവസത്തിൽ പരിശുദ്ധാത്മാവിനെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. ഞാനിത് ഓർക്കുന്ന ഒരു 2006 നടന്നൊരു സംഭവമാണ്. അന്ന് എൻ്റെ കൂടെ ഒരു ധ്യാന മന്ദിരത്തിന്റെ ഒരു ഡയറക്ടർ വെച്ച് ഞാനും കൂടെയാണ് അവിടെ ശുശ്രൂഷയ്ക്കായി പോയത്. അച്ഛനോട് പറഞ്ഞു, ഹല്ലേലൂയനെ കുറിച്ച് നാളെ പഠിപ്പിക്കും ബ്രദറെ. പിറ്റേ ദിവസം ആരാധനയെ കുറിച്ചും ഹല്ലേലൂയയെ കുറിച്ചും ദൈവത്തിന്റെ ആത്മാവിന്റെ പുതിയ നിയമ ശുശ്രൂഷയെ കുറിച്ചും പഠിപ്പിച്ചു. ജനമെല്ലാം ആർത്തട്ടഹസിച്ചു. ഒരിക്കൽ ഒരു യാക്കോബായ പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ അവരെനിക്ക് 2 മണിക്കൂറാണ് ശുശ്രൂഷ അനുവദിച്ചത്. പക്ഷെ അതിന്റെ ആരംഭത്തിൽ 1 മണിക്കൂർ ആയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കരിസ്മാറ്റിക് ശുശ്രൂഷയും ഹല്ലേലൂയ പറയുന്ന ശീലമുള്ളത് കൊണ്ട് അങ്ങനെ അറിയാതെ വരുന്ന ഈ ആരാധനയുടെ വാക്കുകൾ വായിൽ പതിച്ചപ്പോൾ, അത് പറഞ്ഞപ്പോൾ ആ 1 മണിക്കൂറിൽ അവിടുത്തെ ആ വൈദികൻ, ബഹുമാനപ്പെട്ട വൈദികൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഹല്ലേലൂയ പാടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ സമയം വെട്ടിച്ചുരുക്കി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ജനത്തെ ആരാധിപ്പിക്കുക. ഞാനിതാ ഹല്ലേലൂയ എന്ന് പറയുന്ന ആ സഭയിലെ പ്രഭാത നമസ്കാരത്തിന്റെ ഒരു ഗാനം എന്റെ വായിലേക്ക് പരിശുദ്ധാത്മാവ് തരികയാണ്. അതെങ്ങനെയായിരുന്നു ആ പാട്ട്? കർത്താവേ ഹല്ലേലൂയായും നിർത്തരുതേ ഞാൻ നിൻ സ്തുതിയും വിധി നേരം. വിധിയുടെ സമയത്ത് എന്നോട് കരുണ തോന്നണം, കാരണം ഞാൻ ഈ വിധിക്ക് മുമ്പായി അങ്ങേ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ആരാധിച്ചിട്ടുണ്ട് കർത്താവേ എന്നുള്ള കാര്യം കർത്താവേ നീ ഓർക്കണമേ എന്നാണ് ആ പാട്ടിൽ അർത്ഥമാക്കുന്നത്. അതിനെക്കുറിച്ച് പറയാൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ജ്ഞാനം തരികയും ഞാൻ അതിനെക്കുറിച്ച് പറയുകയും എല്ലാവരും കണ്ണുകൾ അടച്ച് അല്പനേരം ഹല്ലേലൂയ പറയുകയും ചെയ്തപ്പോൾ ഞാൻ അവിടെ നിന്ന് ചാടി പുറത്തിറങ്ങി എൻ്റെ ടീം അംഗങ്ങളോട് വേഗം കാറിൽ കയറാൻ പറഞ്ഞു. ഞങ്ങൾ ആരെയും നോക്കാതെ വിത്തിൻ സെക്കൻഡിനുള്ളിൽ ആ പള്ളി വിട്ട് കാറിൽ നിന്ന് യാത്ര തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, വർഷങ്ങൾക്ക് ശേഷമാണ് ആ പള്ളിയിൽ അച്ഛനെ ഒരിക്കൽ വഴിയിൽ വെച്ച് കാണാനിടയായി. എന്റെ പ്രിയമുള്ളവരെ, ആരാധനയെ തടയുന്നതൊന്നും സ്വർഗീയമല്ല. ഒന്നുകിൽ അവർ ദൈവത്തിന്റെ ആത്മാവില്ലാത്തവർ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടാതെ അശുദ്ധാത്മാക്കളാൽ ബന്ധിതരായവരാണ് ഈ കൂട്ടർ. 2 കൂട്ടരാണ്. ഒന്ന്, ആത്മാവിന്റെ ഏരികളിൽ അറിവില്ലായ്മ. 2, പരിശുദ്ധാത്മാവിലല്ലാതെ അശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന രീതി. ഈ 2 പ്രവണതയിൽപ്പെട്ടവർ, ഈ 2 നിലയിലുള്ളവർ, ഈ 2 ഗണത്തിൽപ്പെട്ടവരാണ് ഹല്ലേലൂയയ്ക്കും ദൈവത്തിന്റെ പുതിയ നിയമ ആരാധനയും തടയുന്നവർ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിൽ ഇടതടവില്ലാതെ അവിടെ ഹല്ലേലൂയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 9-ാം തിരുവചനം നമുക്ക് സുപരിചിതമായ ഒരു തിരുവചനമാണ്. അവിടെ പ്രതിപാദിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്: സ്തോത്രബലി പാപിക്ക് ഇണങ്ങുന്നില്ല. പാപിക്ക് സ്തോത്രം ഇണങ്ങുന്നില്ല. അവൻ ദൈവത്തിന്റെ പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഹല്ലേലൂയ പറയുന്നവന് മാത്രമേ പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. എന്ത് പ്രചോദനം? പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം, പരിശുദ്ധാത്മാവിന്റെ നിർബന്ധം, പരിശുദ്ധാത്മാവിന്റെ കൈമാറ്റം എല്ലാം സംഭവിക്കുന്നത് ഈ ആരാധനയിലാണ്. പ്രചോദനമുണ്ടായി പ്രബോധനത്തിന്റെ റേഞ്ചിലേക്ക് ആത്മാവിന്റെ പ്രബോധനം ലഭിക്കുന്ന, ആത്മാവിന്റെ പഠിപ്പിക്കൽ ലഭിക്കുന്ന അവരെല്ലാവരും പിതാവിനാൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പറഞ്ഞ ആ ഏരിയ തുറക്കപ്പെടുന്നത് എല്ലാം ആരാധനയുടെ മണിക്കൂറിലാണ്. അതുകൊണ്ട് ആരാധനയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ മുമ്പിൽ മൗനമായിരിക്കുക. സാഹചര്യം ഒരുക്കിയാൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുക. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ആരാധന ഉണ്ടായിരിക്കണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം.
സാപത്തിലും അമാവാസിയിലും മറ്റു തിരുനാളുകളിലും ദഹനബലികളിലും അർപ്പിക്കുമ്പോൾ ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ അങ്ങനെ ചെയ്യണം. അതിന്റെ 32-ാം തിരുവചനം. അങ്ങനെ സ്തുതിക്കുന്നവർക്കുള്ള കോൾ, ശുശ്രൂഷയുടെ ഏരികൾ. തുടർന്ന് 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അവിടെ പറയാണ്, അങ്ങനെയുള്ളവർ സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷകരായിരിക്കണം. ദൈവമഹത്വം ഇറങ്ങി വരുന്ന ഇടമായ സമാഗമന കൂടാരം, അതിന്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷ പദവിക്കായി ദൈവത്തിനെ ആരാധിക്കുന്നവരെ ദൈവം നിയോഗിക്കുകയാണ്. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അവർ സമാഗമ കൂടാരത്തിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും, ദൈവം അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്ന ആ അതിവിശുദ്ധ സ്ഥലത്ത് കയറി ശുശ്രൂഷിക്കുവാൻ, ദൈവമഹത്വം കൈകാര്യം ചെയ്യുവാനുള്ള ക്വാളിറ്റി പ്രാപിക്കുന്നത് ആരാധിക്കുന്നവനാണ് എന്ന അർത്ഥത്തിലാണ് ആ ശുശ്രൂഷ, ആ മഹത്വം ഇറങ്ങുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനവും ശുശ്രൂഷ പദവിയും അവർ മാത്രമേ അലങ്കരിക്കാൻ പാടുള്ളൂ എന്ന ദൈവനിയോഗം, ദൈവനിശ്ചയം, ദൈവത്തിന്റെ കോൾ, വിളി, അതിനായി ദൈവം അവർക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ജീവിതം ഒരു ആരാധനയായി മാറട്ടെ. നിനക്ക് പ്രസംഗിക്കാൻ അവസരമില്ലെങ്കിലും എന്റെ പ്രിയമുള്ളവരെ, ആരാധിക്കുന്നവനെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ പദവികൾ കണ്ടോ? സമാഗമന കൂടാരം, ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ചിലത് കൈമാറുന്ന, ചിലത് ക്യാമ്പ് ചെയ്യപ്പെടുന്ന ആ ഏരിയകളിലേക്കുള്ള ശുശ്രൂഷ പദവി. 2 മഹത്വം കൈകാര്യം ചെയ്യുന്ന, മഹത്വം ഇറങ്ങി പ്രവർത്തിക്കുന്ന ഇടവുമായിട്ടുള്ള ഒരു ശുശ്രൂഷ അലങ്കരിക്കുന്ന പദവി. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. 3-ാമത്തേത് എങ്ങനെയാണ്? കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹശുശ്രൂഷകർക്ക് അവരൊരു ശുശ്രൂഷയായി മാറണം. 3 ശുശ്രൂഷകളാണ് അവർക്ക് കിട്ടുന്നത്. ആ ആലയത്തിലെ മറ്റ് ശുശ്രൂഷയിലായിരിക്കുന്നവരെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷ പദവി. അവരുടെ സഹായമാണ് അവരുടെ മറ്റുള്ളവരുടെ ശുശ്രൂഷയുടെ പൂർണ്ണത. എന്ന് പറഞ്ഞാൽ, മറ്റു ശുശ്രൂഷകൾക്ക് ഇവരൊരു വളമുഴയും അല്ലെങ്കിൽ ഉപ്പായി, രുചിയായി, ശ്രേഷ്ഠതയുള്ള ഒരു സെക്ഷനായി ദൈവം അവരെ അലങ്കരിക്കുകയാണ്. ദൈവം അവരെ അങ്ങനെ ആക്കി വെക്കുകയാണ്. ആരാധിക്കുന്നവരുടെ അകത്ത് വെളിപ്പെടുന്ന മഹത്വമാണതെല്ലാം. എന്റെ പ്രിയമുള്ളവര്, ഞാനായതും, ഞാനൊരു ദൈവ ശുശ്രൂഷകനായതെല്ലാം രാത്രിയുടെ യാമങ്ങളിലും കാട്ടിലും മേടിലും ഞാൻ അനേകം മണിക്കൂറുകൾ, ഹല്ലേലൂയ, ഇന്നും ആകാംക്ഷയോടെ ഞാൻ ഇന്നും ആരാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ശുശ്രൂഷയിൽ അങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു തീഷ്ണത ഉണ്ടാകണം, ആ ഒരു ജ്വലനം ഉണ്ടാകണം, ആ അഭിഷേകം ഉണ്ടാകണം, ആ ഒരു സമ്മർദ്ദം ഉണ്ടാകണം, ആ ഒരു പ്രചോദനം, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം. എനിക്ക് മുൻപൊക്കെ ഞാനത് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രചോദനത്തെ കുറിച്ചൊക്കെ നമ്മളെ അപ്പോസ്തല പ്രവൃത്തി 11-ൽ പത്രോസിനെ പ്രചോദിപ്പിച്ച പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ശുശ്രൂഷയിൽ ഞാൻ പഠിപ്പിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, എനിവേ, നിങ്ങൾ ശ്രദ്ധിക്കുക. ആരാധിക്കുന്നവരുടെ ഇടയിലാണ് ദൈവത്തിന്റെ അതിവിശുദ്ധമായ മഹത്വം ഇറങ്ങുന്നത്. അതെല്ലാവരും മറന്നു പോകാതെ കാത്തു സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈ ആരാധിക്കുന്ന ഒരു ഗണത്തെ ദാവീദ് വേർതിരിച്ചു വെച്ചിട്ട് 1 ദിനവൃത്താന്തം 25-ാം അധ്യായം അതിന്റെ 1 മുതൽ 1, 2, 3 തിരുവചനങ്ങളിൽ അത് വളരെ വ്യക്തമായി, കൃത്യമായും, അടുക്കും ചിട്ടിയുമായി, വളരെ ഭംഗിയായി അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദാവീദും ദേവാലയ ശുശ്രൂഷകരിൽ പ്രമുഖരും കൂടെ ആസാബ്, ഹേമാൻ, യെദൂദാൻ എന്നിവരുടെ പുത്രന്മാരിൽ ചിലരെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു. ഇവിടെ 2 കൂട്ടം ശുശ്രൂഷകരെയാണ് കാണുന്നത്. ദേവാലയ ശുശ്രൂഷകർ, ദേവാലയ ശുശ്രൂഷകരിൽ പ്രമുഖർ, അങ്ങനെ 2 ഗണം ആളുകളെയാണ് അവിടെ കാണുന്നത്. അങ്ങനെയുള്ള
ആ കൂട്ടരിൽ ചിലരെ പ്രത്യേകമായി, ദേവാലയ ശുശ്രൂഷ ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മുടെ ഈ കാലത്തും ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതെല്ലാം ദൈവസന്നിധിയിൽ വലിയ വിലയുള്ളവരാണ്. ഈ കാലഘട്ടത്തിലെ പുരോഹിതന്മാർ, ദേവാലയത്തിലെ വൈദികർ, വൈദികരെല്ലാം ദൈവസന്നിധി ഭയങ്കര വിലയുള്ളവരാണ്. പക്ഷേ അവരിൽ ചിലരെ ദൈവം ശ്രേഷ്ഠതയ്ക്കായി നിയോഗിക്കും. ഇന്നും അതെ, അന്നും അതെ, എന്നും അതെ. അതൊരു ശുശ്രൂഷയാണ്. ദേവാലയ ശുശ്രൂഷ, പൗരോഹിത്യ ശുശ്രൂഷ പുതിയ നിയമത്തിൽ എന്ന പോലെ തന്നെ പഴയ നിയമത്തിലും ശ്രേഷ്ഠതയേറിയതാണ്. അത് ശ്രേഷ്ഠത ദൈവത്താൽ അലങ്കരിക്കപ്പെട്ടതാണ്, ശ്രേഷ്ഠത തന്നെയാണ്. എന്നാൽ ഇന്നും അന്നും ദൈവം അവരിലും ചിലരെ വേർതിരിച്ചെടുത്ത് ആരാധനയുടെ മുഖ്യ സ്ഥാനം ഏൽപ്പിക്കുക, ആരാധനയുടെ മുഖ്യ പദവി ഏൽപ്പിക്കുക, ആരാധനയുടെ അഭിഷേകത്തിലേക്ക് അവരെ ആക്കുക, അതിൽ അവരെ വളർത്തുക. അന്നും ഇന്നും ദൈവം ചെയ്യാറുണ്ട്. ബഹുമാനപ്പെട്ട നായിക്കപ്പറമ്പിൽ അച്ഛനെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കാണുവാനിടയായപ്പോൾ അദ്ദേഹമായി ഞങ്ങൾ ചില മണിക്കൂറുകൾ, ഞങ്ങൾ 2-3 ശുശ്രൂഷകർ കൂടി അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങളിരുന്ന് ഒരു മണിക്കൂറിലധികം സംസാരിക്കും, പ്രാർത്ഥിക്കുകയും ചില അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുന്ന ചില ദൈവിക രഹസ്യങ്ങളെ കുറിച്ച് പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരസ്പരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാനിടയായപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതും ഞങ്ങൾ ആ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതുമായ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ വായിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ, ഞാനിപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ വായി ഇങ്ങനെ അലയടിക്കുകയാണ്. ഇങ്ങനെ അലയടിക്കുകയാണ്. എനിക്കറിയാവുന്ന ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കടലുണ്ടിയിൽ അവിടെ ഒരു ധ്യാനമന്ദിരമുണ്ട്, എൽ റുഹ ധ്യാന കേന്ദ്രം. ദൈവത്തിന്റെ കൃപയാൽ അവിടെയും എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ ദൈവം അവസരം തന്നിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അവിടെയുള്ള ബഹുമാനപ്പെട്ട റാഫേൽ കോക്കണ്ടത്തിൽ അച്ഛൻ, അദ്ദേഹത്തിന്റെ ഈവനിങ് സെക്ഷനിൽ വൈകുന്നേരത്തെ ഒരു ഡെലിവറൻസ് അനോയിന്റിങ് സെക്ഷനൊക്കെ അദ്ദേഹം ചെയ്യുന്ന മണിക്കൂറിൽ ഒരു വൈകുന്നേരം ഒരു 7 മണി ഒക്കെ ആകുമ്പോൾ അദ്ദേഹം ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെല്ലും. ആ വേദിയിൽ പ്രവേശിക്കും. ആ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ആ നടക്കുന്ന ആരാധനയിൽ മണിക്കൂറുകൾ അദ്ദേഹം ദൈവത്തെ സ്തുതിക്കും, ജനത്തെ സ്തുതിപ്പിക്കും. അങ്ങനെ മണിക്കൂറുകൾ സ്തുതിച്ചതിന് ശേഷം അദ്ദേഹം പ്രവചനങ്ങൾ സ്വീകരിക്കും. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹശുശ്രൂഷകരെല്ലാം പ്രവചനങ്ങൾ സ്വീകരിച്ച് ദൈവജനത്തെ ആ പ്രവചനങ്ങൾ ദൈവജനത്തിന് കൈമാറി കൊടുക്കുന്ന ഒരു സെക്ഷൻ അദ്ദേഹം ചെയ്യാറുണ്ട്. ബഹുമാനപ്പെട്ട നമ്മളെ സേവർ ഖാൻ വട്ടായിലച്ചൻ ഒരു കാലത്ത് അതിശക്തമായി സ്തുതിക്കുന്നത് ഞാൻ കാണാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ ഇടുക്കിയിലുള്ള നമ്മളെ ഡൊമിനിക് അച്ഛൻ, ഫാദർ ഡൊമിനിക് വാളമന അച്ഛൻ, അദ്ദേഹവും ഭാഷാവരത്തിൽ അതിശക്തമായി സ്തുതിക്കുന്നത് കാണാനിടയായിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ സർവീസ് വളരെ ഇഷ്ടമാണ്. കാരണം ഞാനൊരിക്കൽ അദ്ദേഹത്തെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ എനിക്കുണ്ടായി. അദ്ദേഹം ദൈവത്തിന്റെ ഒറിജിനലാണെന്ന് കർത്താവിനോട് പറയുകയും അദ്ദേഹത്തിന്റെ ഒരു സർവീസിൽ, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അകലെ നടന്ന ഒരു സർവീസിൽ എന്നോട് പരിശുദ്ധാത്മ പോകാൻ പറഞ്ഞ് നിർബന്ധിച്ച ഒരു സംഭവം എൻ്റെ മെമ്മറിയിൽ കിടപ്പുണ്ട്. ഞാൻ ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ മാലാഖമാർ ആകാശമധ്യേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുകയും അവരെന്നെ വെൽക്കം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം മണിക്കൂറുകൾ ദൈവത്തെ ഭാഷാവരത്തിൽ സ്തുതിക്കുന്നത് ഞാൻ കാണാനിടയായി. ഏത് ദൈവരാജ്യ ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തി ദൈവത്തിന്റെ ഒറിജിനലായി മാറുന്നു എങ്കിൽ ആ വ്യക്തിയുടെ നാവിൽ ദൈവത്തിന്റെ പുതുഭാഷകളുടെ അഭിഷേകം പ്രകടമായിരിക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരുടെ വായിലാണ് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നിറവുണ്ടാകുന്നത്. ഒരാൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ബ്രദറെ, പരിശുദ്ധാത്മാവിൽ നിറയാൻ ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി, ഈ ഭാഷാവരമൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ അനേക ദിവസങ്ങൾ ഉപവസിച്ചിട്ടുണ്ട്, അനേക മണിക്കൂറുകൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ബ്രദറെ, ബൈബിള് വായിച്ചിട്ടുണ്ട് ബ്രദറെ, രാത്രി യാമങ്ങൾ ഞാൻ വിലാപം കഴിച്ചിട്ടുണ്ട് ബ്രദറെ എന്നൊക്കെ പറയാനിടയായി.
അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാധിക്കാറുണ്ടോ? ആരാധിക്കാറ് ഞാൻ കുറവാണ്. ഹല്ലേലൂയ പറഞ്ഞ ആദ്യമായി നിങ്ങൾ ആരാധിക്കുക. ഹല്ലേലൂയ പറഞ്ഞ് ആരാധിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് അതെന്റെ ഒരു വികാരമാകണം. എന്തിനാണ് അങ്ങനെ വികാരം? ദൈവത്തെ ഞാൻ മറ്റെല്ലാവരെക്കാൾ കൂടുതൽ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, ദൈവമേ, ദൈവപ്രസാദത്തിന് വേണ്ടി ഞാൻ മഹത്വപ്പെടുത്തുമെന്ന ഒരു നിർബന്ധം നമുക്ക് ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മുടെ ആരാധനയിൽ പ്രസാദിക്കും. എന്റെ പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ആരാധനയിൽ പ്രസാദിച്ച് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാവോ? ദൈവം സ്വർഗം വിട്ട് നമ്മോട് കൂടെ ഇറങ്ങി വരും. ഞാനും എന്റെ പിതാവും വന്ന് അവനിൽ വാസമർപ്പിക്കുമെന്ന് ഈശോ പറഞ്ഞത് വെറുതെയല്ല. യോഹന്നാൻ 14 ഈശോ പറഞ്ഞല്ലേ, ഞാനും എന്റെ പിതാവും വന്ന് അവനിൽ വാസമർപ്പിക്കും. അത് വെറുതെ പറഞ്ഞതല്ല. അങ്ങനെ വാസമർപ്പിക്കാൻ ഇടയാകാൻ നീ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്താൽ പിന്നെ നിന്റെ ലെവല് മാറി. പിന്നെ പിതാവിന്റെ മഹത്വത്തെ ചുമക്കുന്നവനായി, ഒരു ഗ്ലോറിയുടെ വ്യക്തിയായി ദൈവം നിന്നെ നിയോഗിച്ചയക്കും. നീ എവിടെ ചെല്ലുന്ന അവിടെ ഒരു ശുശ്രൂഷ ഉണ്ടാവും. ദിസ് മൈ എക്സ്പീരിയൻസ്. ഞാൻ എവിടെ യാത്രയിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, പുറത്താണെങ്കിലും, എന്തെങ്കിലും അധ്വാന മേഖലയിലാണെങ്കിലും, ഞാൻ ഇന്നൊരു ഹോട്ടലിൽ ഒരു ചായ കുടിക്കാൻ കയറിയപ്പോൾ എനിക്ക് അവിടെ ഒരു ശുശ്രൂഷ വെളിപ്പെട്ടു. ഒരു ആദിവാസി സഹോദരൻ എൻ്റെ മുൻപിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവനൊരു ചായ കുടിച്ചിറങ്ങുമ്പോൾ അവന്റെ കൈക്ക് ഭയങ്കര ഒരു ബലക്കുറവ്. ഞാൻ ഉടനെ അവനോട് പറഞ്ഞു, മോനെ, ഞാൻ നിന്റെ പണം കൊടുത്തേക്കാവേ എന്ന് പറഞ്ഞു. ആ ചായന്റെ പണം ഞാൻ കൊടുത്തേക്കാം മോനെ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അവനെ ഞാൻ അരികിലേക്ക് വിളിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എന്നെ പരിചയപ്പെടുത്തുക. ഞാൻ അവന്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് സൗഖ്യം കിട്ടുമോടാ. നീ നിന്റെ ഈ നാട്ടിൽ എവിടെയെങ്കിലും പ്രാർത്ഥന നടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ, മോനെ, ഏതെങ്കിലും പള്ളിയോ മറ്റെവിടെയെങ്കിലും പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ, മോനെ, നീ അവിടെ പോയി പ്രാർത്ഥനയിൽ പങ്കുചേരണം. ഈശോ നിന്നെ സുഖപ്പെടുത്തും. മോനെ, ഞാൻ ഇങ്ങനെ ആയത് മോനെ, എന്റെ ജീവിതം നന്മയായി ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. ഞാൻ ഈ നല്ല ഷർട്ട് ഇട്ടതൊക്കെ ഈ യേശുവിനെ അനുഭവിച്ചപ്പോഴാണ് കുട്ടാ. അതുകൊണ്ട് മോൻ അങ്ങനെ. അവനോട് ആ രീതിയിലാണ് സുവിശേഷം പറയാൻ പറ്റുള്ളൂ. അവരോട് മത്തായിയോ പൗലോസോ പറഞ്ഞൊന്നും പറഞ്ഞാൽ സ്വീകാര്യതയില്ല. അവന്റെ അഭിരുചിക്ക് അപ്പോൾ ആ മണിക്കൂറിൽ ഒരു ശുശ്രൂഷ വെളിപ്പെട്ടു. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മഹത്വം ചുമക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷ നമ്മൾ അന്വേഷിച്ചു പോണ്ട. നീ എവിടെയാണോ അവിടെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. പിന്നെ പ്രത്യേകമായ സ്ഥലങ്ങളിലേക്ക്, വേദികളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, പാപികളിലേക്ക്, ധ്യാനമന്ദിരങ്ങളിലേക്കൊക്കെ ദൈവം ഒരു സ്പെഷ്യൽ കോൾ നൽകി അയക്കും. ഒരു പ്രത്യേക ഏരിയയിൽ ഒരു പ്രത്യേക പർട്ടിക്കുലർ ടൈം വരെ അവിടെ ചിലത് ദൈവത്താൽ ആക്കി അവിടെ ഒരു വളർച്ച പ്രാപിക്കാനൊക്കെ നിന്റെ അഭിഷേകം അവിടെ ആവശ്യമെങ്കിൽ ദൈവം നിന്നെ അയക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവർ, ശ്രദ്ധിക്കുക, ദൈവത്തെ ആരാധിക്കുന്നതിന്റെ അകത്താണ് എല്ലാം രൂപപ്പെട്ടു വരുന്നത്. ദാവീദിന് ഈ ദൈവിക വെളിപ്പെടുത്തലുണ്ടായി. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. നിങ്ങളതിന്റെ ദാവീദ് ദേവാലയ ശുശ്രൂഷകർ പ്രമുഖരായിരിക്കുന്ന ചിലരുടെ കുടുംബത്തിൽ നിന്ന് നല്ല വിശ്വസ്തതയുള്ളവരെ ഒരു ശുശ്രൂഷ വേറെ തന്നെ ചെയ്യാൻ, അവർ ഒരു സൈഡിൽ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തവരാണ്. എന്നാൽ അവരിൽ ചിലരെ അവരുടെ പാരമ്പര്യത്തിൽ, അവരുടെ തലമുറയിൽ ആ വിളിയുള്ളവരിൽ ചിലരെ ദൈവം സെപ്പറേറ്റ് ചെയ്യുകയാണ്. ദാവീദിലൂടെ പ്രവചനാത്മാവിൽ സെപ്പറേറ്റ് ചെയ്ത് വേർതിരിച്ചെടുത്ത് ഒരു സ്പെഷ്യലൈസ് ചെയ്ത് ശുശ്രൂഷിക്കാൻ നിയോഗിക്കുകയാണ്. ആ നിയോഗം മുൻപ് അവർ ദേവാലയത്തിന്റെ അകത്ത് നടത്തിയ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും വ്യത്യസ്തമായ, ഉന്നതമായ, പറഞ്ഞാൽ വർണ്ണിക്കാനാകാത്ത, പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അത് അവതരിപ്പിക്കാൻ പറ്റാത്ത, വികാരമേറിയ, രുചിയേറിയ, വീഞ്ഞിന്റെ ലഹരിയുള്ള പുതിയ നിയമ വീഞ്ഞിന്റെ ആ ഗ്ലോറിയുടെ ആ വൈൻ നീ കുടിച്ചാൽ, എന്റെ പ്രിയമുള്ളവരെ, അതാണ് നമ്മളെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ പോയി ആരാധന കഴിച്ച്, ജെറുസലേം ദേവാലയം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വമുള്ള സ്ഥലം, യേശുക്രിസ്തുവിന് എരിവുണ്ടായ ആലയമാണ് ജെറുസലേം ദേവാലയം അഥവാ ജെറുസലേം പള്ളി. യഹൂദരുടെ ആ പള്ളി, യാഹെന്ന ദൈവത്തിന് ആരാധന കഴിച്ച് മടങ്ങി വരുന്ന എത്യോപ്യക്കാരൻ ഷണ്ടനെ കണ്ടുമുട്ടുന്ന ഫിലിപ്പോസിനോട്
ദൈവത്തിന്റെ ആത്മാവ് തിരുവചനം വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പീലിപ്പോസിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്നെ സ്നാനപ്പെടുത്തണം. ഇതാ ഒരു സ്നാനക്കടവ്, ഒരു സ്നാനക്കുളം, ഇതാ ഒരു കുളം, അവിടെ വെള്ളമുണ്ട്, എന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പീലിപ്പോസ് പറഞ്ഞു, യേശുക്രിസ്തുവിനെ നാഥൻ രക്ഷകനുമായി സ്വീകരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. ചില ബൈബിളിൽ ഇത് 8:36 35 വരെ വെച്ചിട്ട് 37 എഴുതി 36 കാണാനില്ല. ചില ബൈബിളിൽ POC ബൈബിളിൽ 36 അവിടെ ഇല്ല. POC ബൈബിളിൽ 36 അത് താഴെ, ഈ അധ്യായത്തിന്റെയൊക്കെ താഴെ ആരും കാണാതെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ചില അധ്യായങ്ങളിൽ ചില ബൈബിളിൽ ഇത് ഉണ്ട് എന്ന് പറഞ്ഞാണ് അത്. എന്താണ് അങ്ങനെ എഴുതി വെച്ചതെന്ന് അറിയത്തില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തുമാകട്ടെ, ഇതാ ഷണ്ടൻ പറഞ്ഞു, ഇതാ ജലാശയം, എന്നെ സ്നാനപ്പെടുത്താൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? തടസ്സം പീലിപ്പോസ് പറഞ്ഞു, ഇതാണ് തടസ്സം. എന്താണ്? യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി നീ സ്വീകരിക്കുന്നു, അത് ഏറ്റുപറയുന്നു, അത് വിശ്വസിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത് തുടർന്ന് സ്നാനമേറ്റു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഷണ്ടൻ മഹാസന്തോഷത്തോടെ അവൻ മടങ്ങിപ്പോയി. എന്റെ പ്രിയമുള്ളവരെ, ദേവാലയത്തിലെ ശുശ്രൂഷയിൽ വെളിപ്പെടുന്ന അഭിഷേകം ഒരു ശ്രേഷ്ഠമായ അഭിഷേകമാണ്. അന്നും അതെ, ഇന്നും അതെ, എന്നും അതെ. അതൊരു വലിയ അഭിഷേകമാണ്. ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഭയങ്കര അഭിഷേകമാണ്. എനിക്ക് എത്രയോ വട്ടം ദിവ്യകാരുണ്യത്തിൽ ഞാനും ഈശോയുമായി ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലിരിക്കുമ്പോൾ ഈശോയുടെ മുഖം പ്രത്യക്ഷപ്പെട്ട്, നിങ്ങൾ ഇതാന്നും ആരോട് പറയേണ്ടതില്ല, ഈ സന്ദർഭത്തിൽ അറിയാതെ വന്നതാണ്, സോറി എന്ന് ഞാനത് ഖേദിക്കുന്നു, നിങ്ങളത് വിശ്വസിക്കണമെന്നും നിർബന്ധമില്ല. ഒരു സന്ദർഭം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. ഒരു സ്ഥലത്ത് വെച്ച് ദിവ്യകാരുണ്യവും ഞാനും മാത്രം ഒരു മുറിക്കകത്തിരിക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ ആരാധിക്കുകയാണ്. അവിടെ എനിക്ക് ആരാധിക്കാൻ ദൈവം ഒരു അവസരം നൽകി. അവിടുത്തെയുള്ള മേലധികാരികൾ എന്നെ അനുവദിച്ചു. ആ ദിവസങ്ങളിൽ അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പിതാവാം ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കാനിടയായി. ഒരു ഗ്ലോറി വന്നെന്റെ മേലേക്ക് വീണു. ഞാൻ ആ ആലയത്തിന്റെ ആ മുറിക്കകത്ത് ഒരു ഭിത്തിയിൽ തട്ടി മറ്റേ ഭിത്തിയിലേക്ക് പോയി വീണ് ലഹരി പിടിച്ചതുപോലെ അവിടെ കിടന്ന് ഞാൻ ആടി ഒലഞ്ഞു. ദിവ്യകാരുണ്യ നാഥനും ഞാനുമായി അവിടെ നിന്ന് എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദ ലഹരിയിൽ ഞാൻ ബോധരഹിതനായി നിലം പറ്റി വീണു. പിതാവിന്റെ ഗ്ലോറിക്കകത്ത് ഞാൻ അല്പം മണിക്കൂറുകൾ ഇരിക്കാനിടയായി. എഴുന്നേറ്റ് ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ അവിടെയുള്ള ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ ആ മണിക്കൂറിൽ കാണാനും ഞാൻ പോവുകയാണ്. ദിവ്യകാരുണ്യത്തിൽ വന്നിരിക്കണമെന്ന് പറഞ്ഞു ആ സിസ്റ്റർ വന്നിരിക്കുമ്പോൾ ഞാൻ മൗനമായി ഒന്നുമില്ലാത്ത മട്ടിൽ ഞാനിങ്ങനെ വണ്ടിയിൽ കയറി ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്കൊരു കോൾ വരികയാണ്, ബ്രദർ, ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ മുഖം തെളിയുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവരോട് തിരിച്ചൊന്നും പറയാൻ പോയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അത് അവർക്ക് ഇന്നും അറിയത്തില്ല, ഇതാർക്കും അറിയത്തില്ല. ഈ സന്ദർഭത്തിൽ പൊങ്ങി വന്നതാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, ആ മണിക്കൂറിലെല്ലാം ഞാൻ കർത്താവിനെ ആരാധിക്കുന്ന മണിക്കൂറായിരുന്നു. എന്റെ ശുശ്രൂഷയുടെ എല്ലാത്തിന്റെയും ആകെ തുക ഞാൻ ഉപവസിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഞാൻ ഏറെ മണിക്കൂറുകൾ ദൈവത്തെ ആരാധിച്ചു. അനേക വർഷങ്ങൾ അതെന്റെ ജീവിതത്തിന്റെ മരണം വരെ എൻ്റെ ഒരു ആഗ്രഹമാണ് ആരാധിക്കുന്ന മണിക്കൂറിൽ മരിച്ചു വീഴണമെന്നൊക്കെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, അതെനിക്ക് ആ ഭാഗ്യം നൽകണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഇതാ ദേവാലയത്തിൽ നിന്നും വിഭിന്നമായ അല്ലെങ്കിൽ അതിനേക്കാൾ രുചിയേറിയ പുതിയ നിയമത്തിന്റെ ഒരു മഹത്വം അലങ്കരിക്കുന്ന ശുശ്രൂഷ പഴയ നിയമത്തിലും ദാവീദ് രുചിച്ചു. ദാവീദ് ദൈവത്തെ കിന്നരം മീട്ടി സ്തോത്രം ചെയ്ത് നൃത്തം ചെയ്തൊക്കെ ആരാധിച്ച് എത്രയോ സന്ദർഭം ദാവീദ് നൃത്തം ചെയ്ത് ആരാധിച്ചില്ലേ. ബാലയൂതിയായിരുന്ന ദൈവത്തിന്റെ വാഗ്ദാന പേടകം ദാവീദിന്റെ പട്ടണമായ ദാവീദിന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുന്ന ആ വിരുന്ന് ദിവസത്തിൽ, ആ ഉത്സവ ദിനത്തിൽ ദാവീദ് ദൈവത്തെ ആടിപ്പാടി, അവന്റെ ഭാര്യ പറഞ്ഞ ഡയലോഗൊക്കെ അല്ലേ, ഹല്ലേലൂയ. സാമുവേലിന്റെ പുസ്തകത്തിൽ അത് എന്തെല്ലാം ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദിനവൃത്താന്ത പുസ്തകത്തിലൊക്കെ അത് കാണാം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ആരാധിക്കുന്ന മഹത്വത്തെ, ആരാധിക്കുമ്പോൾ വെളിപ്പെടുന്ന മഹത്വത്തെ കുറിച്ച് അറിവുള്ള ദാവീദ് ആ പഴയ നിയമ
ദൈവത്തിന്റെ മഹത്വം നിലകൊള്ളുന്ന ജെറുസലേം ദേവാലയത്തിൽ ആരാധനയെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തോട് ഒപ്പവും അല്ലെങ്കിൽ അതിൽ പരമായി ഒരു നിലയിലുള്ള അഭിഷേകത്തിന് വേണ്ടി ഒരു ഗണത്തെ വേർതിരിക്കുകയാണ്. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ആ പുത്രന്മാരിൽ ചിലരെ ശുശ്രൂഷയ്ക്ക് വേറിട്ടൊരു ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു. ഇവർ കിന്നരം, വീണ, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ ആരാധിക്കണം. അങ്ങനെ ആരാധനയ്ക്കൊരു അകമ്പടി മീൻസ് ആരാധനയ്ക്കൊരു അന്തരീക്ഷം സൃഷ്ടിക്കണം. ആരാധനയ്ക്ക് അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സന്ദർഭമാണ് കൈയടിച്ച് ചിലപ്പോൾ നമ്മൾ ഓർഗണക്കിട്ട് താളത്താൽ, ചിലപ്പോൾ കാഹള ധ്വനികൾ കൊണ്ട് കാഹളമൂതി. പഴയ നിയമത്തിൽ സംഖ്യ 10 കാഹളം കൊണ്ടുള്ള സംഖ്യ 10:9 പറയുന്നത് പോലെ കാഹളം ഉതിർക്കണം എന്ന ആ പദം പോലെ തന്നെ പുതിയ നിയമത്തിലെ കാഹളം നമ്മൾ ഉതിർക്കുന്ന ആരാധന മണിക്കൂറിൽ ആരാധനയ്ക്ക് അന്തരീക്ഷം സൃഷ്ടിക്കണം. ഹല്ലേലൂയ. അതാണ് സാമുവേൽ പ്രവാചകൻ സാവൂളിനോട് പറയുന്നുണ്ട്, സാവൂൾ നീ സീസ് കയറ്റം കയറി നീ അങ്ങ് കയറി ചെല്ലുമ്പോൾ ഒരു കൂട്ടം പ്രവാചകന്മാർ അവർ പാടിയും ഇങ്ങനെ കൈത്താളം, ചെണ്ട, മുരുജ, കൈത്താളം എന്നിവയല്ല വാദ്യമേളങ്ങളോട് ദൈവത്തെ ആരാധിച്ചു വരുന്ന ഗണത്തിനോട് കൂടെ നീ പ്രവേശിക്കും. അവരുടെ കൂട്ടത്തിൽ നീ ചേരും. അങ്ങനെ ചേരുമ്പോൾ അവരുടെ മേൽ വെളിപ്പെടുന്ന പ്രവചനത്തിന്റെ അഭിഷേകം, പ്രൊഫറ്റിക്കൽ അനോയിന്റിങ് നിന്റെ മേലേക്ക് പകരപ്പെടും. അപ്പോൾ നീയും പ്രവചിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞതുപോലെ ഇത് ദാവീദ് ഇവരെ നിയോഗിക്കുകയാണ്. എന്തിനു വേണ്ടി? സാധാരണയിൽ നിന്ന് കവിഞ്ഞൊരു ശുശ്രൂഷ പദവിക്ക് വേണ്ടി, ഒരു ശുശ്രൂഷ ഭൂമിയിലേക്ക് ഇറക്കുന്നതിന് വേണ്ടി അവരെ അങ്ങനെ നിയോഗിച്ചാക്കുകയാണ്. നിങ്ങൾ വായിക്കുക, ഇവർ കിന്നരം, വീണ, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ അവരുടെ കയ്യിൽ, അവർ എങ്ങനെയാണ് പറയുന്നത്? അകമ്പടിയോടെ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ മറന്നു പോകാതെ എപ്പോഴും കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങളാണ് ദൈവത്തെ ആരാധിക്കാനുള്ള ഉപകരണ വസ്തു. ഹല്ലേലൂയ. സമയം പോയോ? ഹല്ലേലൂയ. ഉപകരണ വസ്തു നമ്മുടെ കയ്യിലും ദൈവത്തെ ആരാധിക്കാനുള്ള ഉപകരണ വസ്തു ഉണ്ടായിരിക്കണം. രാത്രിയിലും ആരാധിക്കണം, പകലിലും ആരാധിക്കണം, ശുശ്രൂഷയിലും ആരാധിക്കണം, യാത്രയിൽ ആരാധിക്കണം, എല്ലാ യാമത്തിലും എല്ലാ മണിക്കൂറിലും ആരാധിക്കാനുള്ള ആരാധനയുടെ ഉപകരണം നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അപ്പോസ്തലൻ പൗലോസ് 1 കൊരിന്ത്യർ 14:18 പറഞ്ഞ തിരുവചനം പോലെ ഞാനും അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ വായിൽ അന്യ ഭാഷകളുടെ ആരാധനാ ശബ്ദം ആരാധനയുടെ വസ്തുവായി നീ കാത്തു സൂക്ഷിക്കണം. ആരാധനയുടെ വാക്കുകൾ നിനക്ക് സുപരിചിതമായിരിക്കണം. ആരാധനയുടെ വാക്കുകൾ ഇങ്ങനെയുള്ള ആരാധനയുടെ വാക്കുകൾ നിനക്ക് സുപരിചിതമായിരിക്കണം. ഹല്ലേലൂയ. നിനക്ക് ഭൂമിയിലെ വലിയ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമില്ല. നീ ഭൂമിയിൽ സമ്പന്നനായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമില്ല. നീ വലിയ വിദ്യാസമ്പന്നനായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമില്ല. നീ വലിയ ഉന്നത പദവിയിൽ അലങ്കരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമില്ല. നീ ഭയങ്കര ധ്യാനഗുരു ആവണമെന്ന് ദൈവത്തിന് നിർബന്ധമില്ല. ദൈവത്തിന് നിർബന്ധമുണ്ട് ഒരേ ഒരു കാര്യം, നീ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ചില വസ്തുക്കൾ, ചില സത്യങ്ങൾ, ചില മഹത്വങ്ങൾ നീ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. അത് നിന്റെ ഒരു ആലാപന ശൈലിയായിരിക്കണം, നിന്റെ ആരാധനയുടെ രീതിയായിരിക്കണം, നിന്റെ പ്രാർത്ഥനയുടെ മണിക്കൂർ. ഞാനിപ്പോൾ ഒരു ദർശനം കാണുന്നതിന്റെ പ്രിയമുള്ളവരെ, വലിയൊരു ചങ്ങല വലിച്ചുകൊണ്ട് ഒരു പൈശാചിക ശക്തി നടക്കുന്നതായി എനിക്കിപ്പോൾ ആത്മാവിൽ ഇത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഈ മണിക്കൂറിൽ ഈ അന്യഭാഷ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വെളിപ്പെടുകയാണ്. ഈ പൈശാചിക ശക്തി ശുശ്രൂഷയിൽ നിൽക്കുന്ന
പൗരോഹിത്യത്തിൽ നിൽക്കുന്ന, പ്രാർത്ഥനയിൽ നിൽക്കുന്ന, ദൈവവചന പ്രഘോഷണത്തിൽ നിൽക്കുന്ന ആരെയൊക്കെയോ പൈശാചിക ശക്തി ഇപ്പോൾ ഈ മണിക്കൂറിൽ ഞാൻ ആത്മാവിൽ കാണുകയും അത് അറിയുകയും ആ ശബ്ദം കേൾക്കുകയും ആ അതപ്പതിച്ച ജീവിതത്തെ, ആ ബന്ധിക്കപ്പെട്ട ശുശ്രൂഷകനെ, ആ ബന്ധിക്കപ്പെട്ട പൗരോഹിത്യത്തെ, ആ ബന്ധിക്കപ്പെട്ട ശുശ്രൂഷകനെ ഞാൻ ആത്മാവിൽ കാണുന്നു. ഈ വാക്കുകൾ, ഈ ശുശ്രൂഷയുടെ മണിക്കൂറുകൾ നീ ബലവധിക്കപ്പെട്ട് ഏറ്റെടുത്താൽ ഇപ്പോൾ നിന്റെ കൈകളിൽ, നിന്റെ ഹൃദയത്തിൽ, നിന്റെ മൈൻഡിൽ, നിന്റെ വിശുദ്ധ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ വിശുദ്ധിയിൽ നിന്നെ തടയുന്ന, നിന്റെ കൃപാവരങ്ങളെ ജ്വലിക്കാതെ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയിൽ ഒരു ഉയർന്ന നിലയിൽ പ്രവേശിക്കാൻ പറ്റാതെ നിന്നെ അന്ധനാക്കി വെച്ചിരിക്കുന്ന, നിന്നെ ജഡികളാക്കി വെച്ചിരിക്കുന്ന, നിന്നെ ലൗകികനാക്കി വെച്ചിരിക്കുന്ന, ഈ ലോകത്തിന്റെ മഹത്വം തലയിൽ വെച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിശുദ്ധ ജീവിതത്തെ വിളിക്കപ്പെട്ടവനെ, നിന്റെ മേലൊരു ചങ്ങല കിടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഒരു പക്ഷെ നീ ഒരു പുരോഹിതനായിരിക്കാം, ഒരു പക്ഷെ നീ ഒരു പിതാവായിരിക്കാം, ഒരു മെത്രാനായിരിക്കാം, ഒരു ബിഷപ്പായിരിക്കാം, ഒരു സുവിശേഷ പ്രഘോഷകനായിരിക്കാം, നീ ഒരു പക്ഷെ ഒരു ധ്യാനഗുരുവായിരിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ആരാണെങ്കിലും നിന്റെ മേൽ കിടക്കുന്ന ഈ ചങ്ങല ഇപ്പോൾ പരിശുദ്ധാത്മാവ് അടിക്കുന്ന മണിക്കൂറ ഇപ്പോൾ നീ സഹകരിച്ചാൽ നിന്റെ മേൽ നിന്ന് ഈ ചങ്ങല ഇപ്പോൾ തന്നെ അടിഞ്ഞ് വീഴും. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, നാമത്താലും അധികാരത്താലും പൈശാചിക ശക്തി, ദൈവ ശുശ്രൂഷകരെ ബന്ധിക്കുന്ന ഈ പൈശാചിക ശക്തിയെ ഞാൻ കൽപ്പിക്കുന്ന പിതാവേ, അങ്ങനെ പുത്രൻ കാൽവരി കുരിശിലൂടെ നേടിത്തന്ന പരിശുദ്ധാത്മാവിന്റെ അധികാരത്താൽ ഇപ്പോൾ ഈ മക്കളുടെ മേൽ, ഈ ദൈവ ശുശ്രൂഷകരുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തിയുടെ ചില അശുദ്ധ ബന്ധനങ്ങളെ, അശുദ്ധ വാക്കുകളെ, ഭിന്നതകളെ, വിഭാഗീയതകളെ, അസൂയകളെ, ലൈംഗിക അശുദ്ധികളെ, വ്യഭിചാര സ്വാധീനങ്ങളെ, കലഹങ്ങളെ, സംശയങ്ങളെ, ചില പീഡകളെ, ചില ഭയങ്ങളെ, ചില അശുദ്ധികളെ, ഐക്യക്കുറവുകളെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ശുശ്രൂഷകന്റെ മേൽ നിന്ന് ചങ്ങലകളുടെ കണ്ണികളെ ബന്ധിക്കുന്നു പിതാവേ. ഇപ്പോൾ Belushimara Rutikabula Letimash Ayana Kalu Urmilaya Tukurumisia Kalumshani Rutria Raken ഇവരുടെ ജീവിതത്തെ, ഇവരുടെ കുടുംബത്തെ, ഇവരുടെ വിശുദ്ധ ശുശ്രൂഷകളെ, ഇവരെ ഏൽപ്പിച്ച രൂപതകളെ, ഇവരെ ഏൽപ്പിക്കുന്ന ഇടവകകളെ, ഇവരെ ഏൽപ്പിക്കുന്ന പദവികളെ, ഇവരെ ഏൽപ്പിക്കുന്ന രാജ്യങ്ങളെ, ഇവരെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ കൂട്ടങ്ങളെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ പൈശാചിക ശക്തിയുടെ സകല പ്രബലതകളും അധികാരങ്ങളും ഇപ്പോൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മ നാമത്തിൽ നീങ്ങിപ്പോട്ടെ പിതാവേ. അങ്ങയുടെ പുത്രൻ കാൽവരിയിൽ നേടിയെടുത്ത ആ മഹത്വം ഈ ശുശ്രൂഷകരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ, ആമീൻ, ആമീൻ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ശുശ്രൂഷ തുടരാം. ഇവിടെ ശ്രദ്ധിക്കുക, ദാവീദ് ഉന്നതമായ ഒരു ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ വേർതിരിച്ചെടുക്കുകയാണ്. ദൈവനിയോഗമുള്ളവരെ വേർതിരിച്ചെടുക്കുകയാണ്. ചില ശുശ്രൂഷകൾക്ക് ദൈവം നേരിട്ട് നിയോഗിക്കണം. ഒരു ഇടവക വൈദികനെ രൂപത മെത്രാൻ, രൂപതയിലെ പിതാവ് നിയോഗിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഒരു പ്രത്യേക കോളിന് വേണ്ടി ഭൂമിയിലെ ഒരാളുടെയും നിയോഗം ഇല്ലാതെ ദൈവം ഡയറക്റ്റായി ആ വ്യക്തിയെ നിയോഗിച്ചാക്കുന്ന ഒരു ശുശ്രൂഷയുടെ പദവി ഭൂമിയിലുണ്ട്. അത് ഡയറക്റ്റായി ചില പുരോഹിതരെ രൂപതയുടെ മെത്രാൻ അല്ല ശുശ്രൂഷയ്ക്കായി നിയോഗിച്ച് അഭിഷേകം ചെയ്യുന്നത്. അത് ദൈവം തന്നെയാണ് നേരിട്ട്. നിങ്ങൾ ഉദാഹരണത്തിന് ഈ നിലയിലുള്ള ദൈവരാജ്യ ശുശ്രൂഷയെ പണിയുന്ന അനേക പുരോഹിതർ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. പ്രത്യേകിച്ച് കേരള സഭയിൽ, പ്രത്യേകിച്ച് ഭാരത സഭയിൽ, ആഗോള സഭയിലെല്ലാം അനേക വൈദികർ, ചില പിതാക്കന്മാരെയൊക്കെ ദൈവം അസാധാരണ നിലയിൽ, ചില ദൈവ ശുശ്രൂഷകരെ, ഇപ്പൊ എന്നെ
ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ ഇടവക വൈദികനല്ല നിയോഗിച്ചത്, ദൈവമാണ് നിയോഗിച്ചത്. എന്റെ മേൽ കിടക്കുന്ന എൻ്റെ അഭിഷേകത്തെ ഇന്ന് വരെ എൻ്റെ ഇടവകയിൽ ആരും കണ്ടിട്ടില്ല. അത് ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് ദൈവം കാണിക്കും. ഇല്ലെങ്കിൽ ദൈവം അത് മൂടി വെക്കും, ദൈവം അത് തടഞ്ഞു വെക്കും, ദൈവം അത് മറച്ചു പിടിക്കും. ദൈവം ചില സമയത്ത് അങ്ങനെയാണ്. എൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന എൻ്റെ വീട്ടിലെ അംഗങ്ങളൊന്നും ഇന്ന് വരെയും ചില മണിക്കൂറിൽ ചില ധ്യാനങ്ങളിലൊക്കെ എൻ്റെ ജീവിത പങ്കാളി ചിലത് കണ്ടിട്ടുണ്ട്, എങ്കിലും ഒരളവിൽ കവിഞ്ഞ് ഉള്ളത് കണ്ടിട്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അതൊക്കെ രഹസ്യമാണ്. അതൊക്കെ ദൈവം നിയോഗിക്കുന്ന സ്ഥലത്ത് മാത്രം ദൈവം പുറത്തെടുക്കുന്നതാണ്. നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാ അതൊന്ന് എങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ കയ്യിലുള്ളതല്ല. ആ സമയത്ത് ദൈവം നമ്മളെ അങ്ങനെ അഭിഷേകം ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ ആ രീതി, ശുശ്രൂഷയുടെ രീതി ദൈവം പുറപ്പെടുവിപ്പിക്കുന്നതാണ്. നമ്മൾ അതിലൊന്നും ഒരു ബാധകമല്ല. അതിനെ നമുക്ക് ഇന്നലത്തെ പരിചയം വെച്ച് നാളെ അതിനെ പൊടി തട്ടിയെടുക്കാൻ പറ്റത്തില്ല. അതങ്ങനെ ഇപ്പൊ അത് കുറച്ചു മുമ്പ് എന്റെ പെട്ടെന്ന് ആ ഡെലിവറൻസ് ഏരിയ വെളിപ്പെട്ടപ്പോൾ ഞാൻ ഇന്ന് വരെ പറയാത്ത പദങ്ങളാണ്, വാക്കുകളാണ്, ശബ്ദമാണ്, അധികാര പദവിയാണ് കൈമാറ്റപ്പെട്ടത്. അത് ആ മണിക്കൂറിൽ വരുന്നതാണ്. ഞാനുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. എൻ്റെ പ്രിയമുള്ളവര്, സമയത്തിന്റെ പൂർണ്ണതയിൽ ഇതാ ദാവീദ്, നിങ്ങൾ ശ്രദ്ധിച്ച്, ദാവീദ് ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്കായി ചിലരെ നിയോഗിച്ച് ദൈവത്തിന്റെ നിയോഗപ്രകാരം വേർതിരിച്ചെടുക്കുകയാണ്. അവരുടെ കയ്യിൽ ദൈവമഹത്വം ഇറങ്ങാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വസ്തുക്കൾ അഥവാ ആരാധനയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള വാദ്യ ഉപകരണങ്ങൾ അവരുടെ കൈകളിൽ ദാവീദിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഏൽപ്പിക്കുകയാണ്. ഇതാ വചനം ശ്രദ്ധിച്ച് കേൾക്കുക. അവർ കിന്നരം വീണ, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയവരാണ്. അവർ പ്രവചനം ഇങ്ങനെ ഈ അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ, ആരാധന വെളിപ്പെടുമ്പോൾ, ആരാധന മുറുകി വരുമ്പോൾ, ആരാധനയുടെ അകത്ത് പ്രവചനം പ്രകടമായി വരും. ഒരു സ്ഥലത്ത് പോയി നമ്മൾ പ്രവചനത്തിന് വേണ്ടി, ഞാൻ ഈ പ്രവചനങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെക്ഷൻ, പ്രവാചകനെ കുറിച്ചും പ്രവചനങ്ങളെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഒരു 3-4 ദിവസത്തെ നിരന്തരമായി എനിക്ക് വലിയ ആഗ്രഹമാണ്. രാത്രിയും പകലും ധ്യാനിപ്പിക്കാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. രാത്രിയുടെ യാമങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വചനം പഠിപ്പിക്കാൻ. ദൈവം അങ്ങനെ ഒത്തിരി ചാൻസുകൾ എനിക്ക് ദൈവകൃപയാൽ തന്നിട്ടുണ്ട്. അതിനൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിന്റെ 3-ാം തിരുവചനത്തിൽ ഗദാലിയ, സേരി, യാഷിയ, ഷെമൈ, ഹഷാബിയ, മത്തിത്തിയ എന്നീ 6 പേർ തങ്ങളുടെ പിതാവായ നിന്റെ കീഴിൽ കിന്നരം വായിച്ച് കർത്താവിന് കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ചു. ഓക്കെ, അവരെ ഈ വാദ്യോപകരണങ്ങളെല്ലാം ഉപയോഗിച്ച് സ്തുതിയും കൃതജ്ഞതയും. ഹല്ലേലൂയ. നമ്മൾ പുതിയ നിയമ ശുശ്രൂഷകർ ചെയ്യുന്ന പോലെ നമ്മളിപ്പോ കരിസ്മാറ്റിക്കിലുള്ളവര് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 എന്ന് പറയുന്ന പോലെ തന്നെ അവരങ്ങനെ സ്തുതി മുഴക്കുവാൻ തുടങ്ങി. അങ്ങനെ മുഴക്കുവാൻ തുടങ്ങിയപ്പോൾ അവർ കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ചു. ആ അർപ്പണത്തിന്റെ പൂർണ്ണതയിൽ പ്രവചനം വെളിപ്പെട്ടു. അവർ എല്ലാവരും പ്രവചിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രവചനവുമായി ബന്ധമുള്ളവർ പ്രവചിക്കുന്നതിന് മുമ്പ് ദൈവശബ്ദം കേൾക്കുന്ന ഒരു രീതി പ്രകടമാകാനുള്ള സാധ്യത ആരാധനയുടെ മണിക്കൂറിലാണ്. ആരാധന ബലപ്പെടുമ്പോൾ അധികാരത്തിൽ നിന്നുള്ള അഭിഷേകം പുറപ്പെട്ടു വന്ന് അധികാരിയാക്കി മാറ്റുന്ന, അധികാരത്തിന്റെ അഭിഷേകം വന്നു ചേരുന്നവനെ അധികാരിയാക്കി മാറ്റും. ദൈവത്തിന്റെ ഭൂമിയിലെ അധികാരിയാക്കി അവൻ മാറും. ദൈവത്തിന്റെ ഭൂമിയിലെ അംബാസഡർമാരായി ദൈവം അവനെ മാറ്റും. സ്വർഗീയ പൗരത്വത്തിലേക്ക് ഇവൻ മാറ്റപ്പെടും. ഹല്ലേലൂയ. ഭൂമിയിലെ ഇന്നത്തെ ആരാധന എൻ്റെ മണിക്കൂറിൽ എൻ്റെ പ്രാർത്ഥനാ സമയത്ത് കർത്താവിൽ നിന്ന് ഞാൻ ചിലത് കണ്ടുകയും കേൾക്കുകയും ചെയ്തപ്പോൾ ഒരു ദൂതൻ എൻ്റെ പുറകിൽ പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് ശുശ്രൂഷ സഹായിക്കാറുള്ള ഒരു ദൂതനാണിത്. ആ ദൂതൻ എനിക്ക് 2 സന്ദർഭത്തിൽ, രണ്ട് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു. അതിനു മുൻപ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി 2 സ്ഥലത്ത് വെച്ച് 2 ധ്യാന സമയങ്ങളിൽ
2 വചനപ്രഘോഷണത്തിന് നല്ല ശക്തിയേറിയ സമയത്ത് എന്റെ റൈറ്റ് തോളിൽ ഒരു ധ്യാനമന്ദിരത്തിൽ നിന്ന് ശുശ്രൂഷ നിർത്തി പോയിക്കൊള്ളുക എന്ന് പറയാനായി ഒരു ധ്യാനമന്ദിരത്തിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് എന്റെ റൈറ്റ് സൈഡിൽ വന്ന് എന്റെ തോളിൽ ഇങ്ങനെ മൃദുവായി പിടിച്ചു. ഇങ്ങനെ പിടിച്ച കൈ പുറകോട്ട് എടുക്കാതെ ഇരുന്നപ്പോൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. ദൂതൻ എന്നോട് പറഞ്ഞു, ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. 2000 ഞാനൊരു വിശുദ്ധ കുർബാന അർപ്പിച്ച് അതിരാവിലെ പ്രഭാതത്തിൽ വയനാട്ടിൽ മാനന്തവാടിയിൽ ഒരു പള്ളിയിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ മഞ്ഞ് ഇങ്ങനെ വീഴുന്നുള്ള ഒരു സമയമാണ്. അങ്ങനെ പോകുമ്പോൾ എന്റെ ശിരസിൽ അന്നൊരു ദൂതൻ ഇങ്ങനെ വന്ന് കൈവച്ചു. സോറി, ഞാനത് ദൂതനാണെന്ന് പറയുന്നില്ല. കാര്യം എനിക്ക് ദൂതനായിട്ട് വെളിപ്പെട്ടിട്ടില്ല. അത് പിതാവിന്റെ കയ്യോ പുത്രന്റെ കയ്യോ ആണ്. കൈ ഇന്നും എൻ്റെ മേലുണ്ട്. ഞാനൊരു ചെറിയ 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 തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഉണ്ട്, ആ കൈയുടെ സാന്നിധ്യം കുറയുകയും പിൻവലിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ കർത്താവുമായിട്ട് ഇത് ഈ മണിക്കൂറിൽ ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ആ കരം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എനിക്കത് ഫീലാണ്, എനിക്കത് ഞാനത് അനുഭവിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, കർത്താവിനെ ആരാധിക്കുന്ന മണിക്കൂറിലെല്ലാം കർത്താവിന്റെ പ്രവചനാഭിഷേകം, പ്രവചനാത്മാവിന്റെ ഒരു ഉന്നതമായ പദവി നമ്മുടെ മേലെ കൈമാറ്റപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും ഈ അടുത്ത കുറച്ച് സമയം നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇന്നലകളിൽ ആരാധിച്ചതുപോലെ ആരാധിക്കാനാണെങ്കിൽ ആരും ആരാധിക്കേണ്ടതില്ല. കാരണം അങ്ങനെ ആരാധിച്ചാൽ അഭിവൃദ്ധി ഉണ്ടാവുകയില്ല. നിങ്ങളൊരു പൊട്ടനായോ ഒരു ശിശുവിനെ പോലെ ആവുകയൊക്കെ ചെയ്യാൻ നിങ്ങൾ താല്പര്യം കാണിച്ചാൽ നിങ്ങൾ എന്തോ ഒരു സംഭവമാണ്. ഒരു സംഭവം നമ്മളല്ല, അതാണ് എൻ്റെ സത്യമായ കാര്യം. നമ്മളെന്തോ ഒരു സംഭവമാണെന്നുള്ള മട്ടിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ആ രൂപത്തിലൊന്നും നടക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ വില കൊടുക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പഴയ നിയമത്തിൽ ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ, പുതിയ നിയമത്തിൽ യോഹന്നാനിലൂടെ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിൽ ദൈവം പ്രവാചകനിലൂടെ പറയുന്നു, പുതിയ നിയമത്തിൽ ഈശോ നേരിട്ട് പറയുന്നു. ഇത് 2 സ്ഥലത്ത് പറയുന്നത് ദാഹാർദ്രേ, പഴയ നിയമത്തിൽ പറയാണ് ദാഹാർദ്രേ വീഞ്ഞും പാലും വന്ന് സൗജന്യമായി കുടിക്കട്ടെ, ദാഹിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ദാഹത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് വെള്ളം കിട്ടാൻ ഒരു സ്ഥലവുമില്ല, ഒരു സാധ്യതയുമില്ല. അവിടെ വെച്ച് നമുക്ക് ദാഹം ഉണ്ടാകുന്നു. ആ സമയത്തുള്ള ദാഹത്തിന്റെ തീവ്രത പോലെ ആയിരിക്കണം ദൈവത്തെ സമീപിക്കേണ്ട രീതി ആ മണിക്കൂർ. ഹല്ലേലൂയ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ആ രീതി ആകരുത്. നമ്മുടെ വിശുദ്ധ ജീവിതം അങ്ങനെ ആകണം. അങ്ങനെയാണെങ്കിൽ നീ ഒരു സൂപ്പർ നാച്ചുറൽ അനോയിന്റിങ് സർവീസ് ചെയ്യുന്ന ഒരു സെർവന്റായി ദൈവത്താൽ നിയോഗിക്കപ്പെടും. ഇല്ലെങ്കിൽ ബൈബിള് വായിച്ച്, കുറച്ച് ബൈബിൾ പഠിപ്പിച്ച്, ബൈബിൾ വായിച്ച്, ബൈബിൾ പ്രസംഗിച്ച്, അത്യാവശ്യം 2 ദർശനമൊക്കെ പറഞ്ഞ്, 1-2 രോഗശാന്തിയൊക്കെ പറഞ്ഞ്, ദൈവത്തിന്റെ യേശുവിന്റെ നാമം പറയുന്നിടത്ത് അത്ഭുതം സംഭവിക്കുമല്ലോ. അത് കോമൺ ആണ്, അത് സാധാരണയായി സംഭവിക്കാറുള്ളതാണ്. അത് നമ്മുടെ ആരുടെയും പ്രത്യേകത കൊണ്ടൊന്നുമല്ല, ആ നാമത്തിന്റെ പ്രത്യേകതയാണ്. അത് ഏത് പാപത്തോടു കൂടി ഒരു സർവീസ് ചെയ്യുന്ന ഒരാള് ആ യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമായിട്ടെന്ന് പറയുമ്പോൾ ആ വ്യക്തിയും ആ ശുശ്രൂഷകനല്ല, ആ രോഗിയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള അനുതാപവും ആ കരുണയുടെ നീതിയുടെ ദൈവവും നമ്മുടെ ദൈവം ഇറങ്ങി വന്ന് അവനെ സൗഖ്യമാക്കും. അതൊക്കെ ദൈവം പുതിയ നിയമത്തിൽ പൊതുവായി നൽകപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ അധികാരത്താലുള്ള നിയോഗിക്കപ്പെട്ട ശുശ്രൂഷയിൽ എനിക്കൊരു അധികാരമുണ്ട്. ആ അധികാരത്തിൽ എനിക്ക് ശുശ്രൂഷ പദവിയുണ്ട്. ശുശ്രൂഷ പദവിക്കകത്ത് എനിക്ക് അവകാശമുണ്ട്. ആ അവകാശത്തിൽ നിന്നാണ് ശുശ്രൂഷ ഞാൻ ഡയറക്റ്റായി പരിശുദ്ധാത്മാവിൻ സ്വീകരിച്ച് ദൈവജനത്തിന് കൊടുക്കുന്നത്. അതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രസംഗിക്കുന്നു എന്നൊന്നും പറഞ്ഞ് നമ്മളൊരു സംഭവമൊന്നുമല്ല. ദൈവം നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് അത്ഭുതം ചെയ്തു എന്നതുകൊണ്ട് നമ്മൾ വലിയ സംഭവം തന്നെ. അതുകൊണ്ടാണ് സ്വർഗത്തിൽ കയറുന്നതൊക്കെ കൃത്യമായിട്ട് ഈശോ യോഹന്നാൻ മത്തായി 7:22 എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, എനിവേ, നിങ്ങൾ തീഷ്ണതയുള്ളവരാകണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒരു ജ്വലിക്കുന്ന അഭിഷേകം നമുക്കുണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം നിർബന്ധമായും. നിങ്ങൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഏത് ഡ്രസ്സ് ആയാലും, നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും, നിങ്ങൾ ഏത് ഭാഷയിലാണെങ്കിലും നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണം. രണ്ടാമത്തേത്, നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സൗണ്ട് നിങ്ങൾ
ഓഫ് തന്നെ ചെയ്തു വെച്ച് നിങ്ങൾ ശക്തിയോടെ ആരാധിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ശക്തിയോടെ സ്തുതിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയും ഈ ആസാബിനോട് ലേവ്യ ഗണത്തോട് ദാവീദ് പറയുന്നത് പോലെ കൂടെയുള്ള മറ്റ് ശുശ്രൂഷകർക്കും നീ ശുശ്രൂഷയിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ എനിക്കും നിങ്ങളുടെ ഇടയിൽ ഒരു ഹെൽപ്പ് ചെയ്ത് നിങ്ങളെ ഉയർത്തിയെടുക്കുവാൻ, അങ്ങനെ എനിക്ക് ഉയർത്താൻ പറ്റൂല, പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഉയർത്താൻ എൻ്റെ ഒരു ശബ്ദത്തിലൂടെ വെളിപ്പെടുന്ന അഭിഷേകം അത് കാരണമാകട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അഭിഷേകത്തിൽ ശബ്ദമുണ്ട്, ശബ്ദത്തിൽ അഭിഷേകമുണ്ട്. അഭിഷേകത്തിൽ ശബ്ദമുണ്ടാകും, ശബ്ദത്തിൽ അഭിഷേകമുണ്ടാകും. ഇത് രണ്ടാണ്. ഇത് രണ്ടും അഭിഷേകത്തിന്റെ ക്രിയയാണ്. അതൊക്കെ നമുക്ക് ഈ അവസരങ്ങളിലൊക്കെ പഠിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എനിവേ നമ്മൾ ദൈവം നൽകിയ ഈ നല്ല ഒരു അവസരം നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ശക്തിയോടെ സ്തുതിക്കണം. ഭാഷാപരമില്ലാത്തവർ ഇന്ന് എന്തെങ്കിലുമൊക്കെ വില കൊടുത്ത് ഭാഷാപരത്തിന് വേണ്ടി കരയണം. നമ്മൾ ബഹുമാനപ്പെട്ട ഈ എൽ റുഹ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്, നിങ്ങൾ സ്പീഡിൽ ഹല്ലേലൂയ 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 എന്ന് പറയുക. അപ്പൊ നിങ്ങളുടെ വായിൽ മറ്റു പദങ്ങൾ, മറ്റു വാക്കുകൾ, മറ്റു ശബ്ദങ്ങൾ, മറ്റു രീതികൾ ഒക്കെ വെളിപ്പെട്ടെന്ന് വരാം. അതിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സമയത്ത് വെളിപ്പെടുന്ന വാക്കുകൾ അത് അന്യഭാഷയിലേക്ക് നിങ്ങളെ നയിക്കാൻ കാരണമായി തീരുന്ന, പ്രേരകമായി തീരുന്ന ഒരു സാധ്യതയുള്ള ശബ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നൊക്കെ അദ്ദേഹം പഠിപ്പിക്കാറുണ്ട്. നല്ലൊരു പ്രബോധനമാണ്, ഒരു നല്ല ആശയമാണ് പരിശുദ്ധാത്മാവിൽ. അത് അങ്ങനെ തന്നെയാണ് താനും. അതുകൊണ്ട് ചിലരിൽ അത് അങ്ങനെയാണ്, ചിലരിൽ വേറൊരു നിലയിലാണ്. ഇത് രണ്ടും ദൈവത്തിന്റെ ആണ്. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ പറഞ്ഞ് സ്പീഡിൽ പറഞ്ഞ് അല്പനേരം ശ്രമിക്കാം. ഞാൻ വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങും. നിങ്ങളെല്ലാവരും സ്തുതിപ്പ് നിർത്തരുത്. ഞാൻ വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങിയാലും വീണ്ടും ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ വരുന്നതായിരിക്കും. Melari bono sere kabila habu la modala kalami shalara bahaba baba rebesi ol haya bel hamuru mesekana lebro mere karabala kelemele shere bara baba baba loro bina sere karamila go bel shere lamdo bana mere sere kabila bar hallelujah 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 Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Lamro mene karabala karaba shiri baba raba libari bari karabala kala mama rabala ba la sabala bala kele mashiri re bara baba la ba lisiri kabare beli kama murubala haba aba bale se kala malo muramila haya tegala marise rika bala shamara haba baba ba നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് തുള്ളി ചാടിയ സ്തുതിച്ചൊക്കെയായി ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. അതിനെ പരിമിതിപ്പെടുത്തരുത്. അതിനെ നിങ്ങൾ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ നൃത്തം ചെയ്തോ, തുള്ളി ചാടിയോ, ആക്ഷൻ കൊടുത്തോ, ലാസ ബാല 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 അങ്ങനെ ജ്വലിച്ച് നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ ആരാധിക്കുമ്പോൾ അതിരുകളില്ലാത്ത അഭിഷേകം പൊങ്ങിത്താന്ന് എസെക്കിയേൽ പ്രവാചകനെ പൊക്കിക്കൊണ്ടുപോയ ആത്മാവിന്റെ സാന്നിധ്യം നമ്മളെ വഹിച്ചു കൊണ്ടുപോകുവാൻ, താഴ്ത്തുവാൻ, ഉയർത്തുവാനും ഏരികളിലേക്ക് നയിക്കുവാനൊക്കെ കാരണമാകുന്ന ആ ഇരട്ടി പവറിലേക്കും ഒരു സൂപ്പർ നാച്ചുറൽ അനോയിന്റിംഗിലേക്ക്
Oh, Yalagi, and Hoya Shagam Tori, Balhabit Sovana, Leprovini Caricamio, Nasaka Bebe Torosi, Abilo Mila Hanel, Shikaniora, Laura Bahare Seria Harababa, La Rameshela, Regatele Cabia, Melhosaya Bomulika Nitadoro. Rabel Shiaba Mama Maroro Bebelia Lakurumi Shaka Baba Baba Lisu Yabudahaya Tamalori Sika Baba Lam Rovinia Tekene Kasovilia Merilitanakalam Mishalaba Urubia Sakarubaringali Malete Yamadala Seria La Rubala Habebe Shenia La Tekelam Holy Sabiara Rabil Rininia Tekerura Abela Haba Sekela Kamamoshubala Resere Kaliba Baraba La Raba Sere Maruta Kalaba La Shireberi Maudar Likaba Lamravina Ricola Baba Maseria Lahaba Baba Seribala Mashelia Levori Masika Albino Serebirikabia Lakeri Marabaraba Serika Baba Babalaba Libari Mariba Lehedilia Nasara Baba Babalaba Radila Malakabo Saria Bare Siriri Baba Ningal Chelada Pravikia Chelada Anabavikia Chelada Pravikia Chelada Anabavikia Chelada Pravikia Chelada Anabavikia നിങ്ങൾ അനുഭവിക്കുന്നത് വേർതിരിച്ചറിയുക. നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ആകുന്നോ, എന്ത് ശബ്ദമാണ് നിങ്ങളുടെ വായിൽ വരുന്നത്, ഏത് നിലയിലാണ് ദൈവ സാന്നിധ്യങ്ങൾ അനുഭവിക്കുന്നത്, അതിനെ നിങ്ങൾ തിരിച്ചറിയുക, അതിനെ ഫോക്കസ് ചെയ്യുക, അതിനെ ഫോളോ അപ്പ് ചെയ്യുക. ഒരു കുളിരടിക്കുന്ന പോലെയോ തണുപ്പടിപ്പിക്കുന്ന അടുക്കുന്നത് പോലെയോ നിങ്ങളെ എന്തെന്നില്ലാത്തൊരു ആനന്ദത്തിലേക്ക് ലഹരിക്കകത്തേക്ക് നിങ്ങളെ കടത്തുന്ന പോലെയോ ഒരു മഞ്ഞ് വീഴുന്ന അനുഭവം പോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇളക്കാറ്റ് പോലെയോ ഏതെങ്കിലും പ്രത്യേക സുഗന്ധം പോലെയോ നിങ്ങളുടെ ശരീരം ചൂട് പിടിപ്പിക്കുന്ന പോലെയോ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യരിൽ ആഴമായ അനുതാപം ഉണ്ടാകുന്ന പോലെ എന്താണോ നിങ്ങൾക്ക് ഫീൽ ആകുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും. അതെന്റെ ഒരു ആവശ്യമാണ്. എന്റെ ദൈവമായിട്ടുള്ള എന്റെ സ്നേഹ പ്രഖ്യാപനമാണ് ആരാധന. എല്ലാ തീഷ്ണതയാ തീവ്രതയും എല്ലാവരും സ്തുതിച്ച് Lishia Baba Rakabala Kamolosi Albena Burumla Tekarumila Sheridia Baba Baba Lesia Baba 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 ചില രാഗങ്ങളിൽ നിങ്ങൾക്ക് അഭിഷേകം വെളിപ്പെടുന്നു. ചിലരിലേക്ക് ദൈവം രാഗങ്ങളിൽ അങ്ങനെ ഒക്കെ ആരാധിക്കാനുള്ള രാഗങ്ങൾ വെളിപ്പെടുന്നതായി ഞാൻ ആത്മാവിൽ ചില ശബ്ദങ്ങളുടെ, ചില കാഹള ധ്വനികളുടെ, ചില സ്വർഗീയ ഈണങ്ങൾ ഞാൻ കാണുന്നു. അനുഭവിക്കുന്നവർക്കായി ഞാൻ നന്ദി പറയുന്നു. അതിന് അലങ്കരിക്കപ്പെട്ട ആരാധനയാണ്. ഓ ഇന്ന് വരെ പരിചയപ്പെടാത്ത സ്വർഗീയ ഇടപെടൽ, ഇന്ന് വരെ പരിചയപ്പെടാത്ത സ്വർഗീയ സാന്നിധ്യം, ഇന്ന് വരെ വെളിപ്പെടാത്ത സ്വർഗീയ ഏരികൾ, സ്വർഗീയ രഹസ്യങ്ങൾ അറിയുവാനുള്ള വരം ലഭിച്ചവർ നിങ്ങൾക്കാണ് സ്വർഗീയ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ലഭിച്ചിരിക്കുന്നതെന്ന് ഈശോ പറഞ്ഞതുപോലെ സ്വർഗീയ രഹസ്യങ്ങൾ അറിയാനുള്ള ആ ഒരു ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യപ്പെടട്ടെ. സ്വർഗീയ രഹസ്യങ്ങൾ അറിയുവാനുള്ള ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യപ്പെടട്ടെ. സ്വർഗീയ രഹസ്യങ്ങൾ അറിയുവാനുള്ള ഗിഫ്റ്റ്, സ്വർഗീയ രഹസ്യങ്ങൾ അറിയുവാനുള്ള ഗിഫ്റ്റ്, സ്വർഗീയ രഹസ്യങ്ങൾ അറിയുവാനുള്ള ഗിഫ്റ്റ്. അൽബിൽ കൊമോഷൽ ഹബത്തനിയാവോ വസലഹമിയേ എല്ലായാമദകനുറമിഹാബബ ഓ ഷഹദലമില മറബബബ ഓ സിയഹദലേസി അംറുലില കലമിഷലിരി ബിബിബിയാബ സബബബലേരിയ ഷാലബരേസിക Oh Shaka Baba Mararana Nabidili Rubasika Albona Basheri Haba Baba Baba Baba
പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വന്നേ. നിങ്ങൾക്ക് ഈ സമയത്തുണ്ടായ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ആർക്കെങ്കിലും പറയാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ എന്ന് പങ്കുവെച്ച് എല്ലാവരും ഇത് കേൾക്കട്ടെ. കർത്താവ് ഇത് കാണട്ടെ, സ്വർഗം സന്തോഷിക്കട്ടെ. നമ്മുടെ കാവൽ ദൂതന്മാർ നിങ്ങളെ പ്രതി കർത്താവിന്റെ മുമ്പിൽ കൈയടിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ അവകാശമുണ്ട്. ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവകാശികളാണ്. അവകാശികൾക്ക് കാവൽക്കാരുണ്ട്. ആ കാവൽക്കാർ പ്രോട്ടോകോൾ അനുസരിച്ച് എത്ര പേര് വേണമോ അത്ര തന്നെ ദൂതന്മാർ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. ഒരു പദവി, ശുശ്രൂഷ പദവിയിൽ പ്രവാചകത്വം അലങ്കരിക്കുന്ന ഞാനോ, ശുശ്രൂഷ പദവിയിൽ പ്രവാചകത്വം അലങ്കരിക്കുന്നവരിൽ നിങ്ങളിൽ ആരെങ്കിലുമോ, അല്ലെങ്കിൽ സുവിശേഷ പദവി അലങ്കരിക്കുന്നവരിൽ നിങ്ങളിൽ ആരെങ്കിലുമോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് ഒരുപാട് പേർ ഈ ശുശ്രൂഷയിൽ ദൂതന്മാർ ദൈവത്താൽ നിയോഗിക്കപ്പെടും. അവരൊക്കെ നിങ്ങളെ പ്രതി കൈയടിക്കും. അത് വലിയ സന്തോഷമാണ്. അവർ ദൈവസന്നിധിയിലേക്ക് നോക്കി, മുഖത്തേക്ക് നോക്കി ദൈവപിതാവിന് നന്ദി പറയും. നിങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം ഞാൻ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒരു ദർശനം കണ്ടു, പറയാൻ വിട്ടുപോയി. ഈ സന്ദർഭത്തിൽ അത് ഓർത്തു വരികയാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ കാവൽ ദൂതൻ വേഗത്തിൽ നമ്മോട് കൂടെ ആരാധന തുടങ്ങും. ഞാൻ കണ്ട ദർശനമാണ് കുറച്ചു മുമ്പ്. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമ്മൾ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കാവൽ ദൂതന്മാർ വേഗത്തിൽ സജീവമായി അവർ കാഹളം മുഴക്കുവാൻ തുടങ്ങും. ദൈവസന്നിധിയിൽ അവർക്കും ആരാധനയുടെ വസ്തുക്കളുണ്ട്. അവരും ആരാധിക്കാൻ തുടങ്ങും. അങ്ങനെ അവർ ആരാധിക്കാൻ തുടങ്ങുമ്പോഴേക്കും വിത്തിൻ സെക്കൻഡിനുള്ളിൽ സ്വർഗം ഒരു മണവാളന്റെ അടുക്കലേക്ക് വരുന്നത് പോലുള്ള ഒരു പ്രതീതി സ്വർഗത്തിൽ ഉണ്ടാകും. അപ്പോൾ അവിടെയുള്ള എല്ലാ ദൂതന്മാരും നമ്മുടെ ആരാധനയോട് കൂടെ ഒരൈക്യത്തിൽ ആരാധിക്കാൻ തുടങ്ങും. അതിൽ പിതാവാം ദൈവം മഹത്വപ്പെടും. അതാണ് ഭയങ്കര അതാണ് ഞാൻ നേരത്തെ കർത്താവിന്റെ ആത്മാവിൽ ഒരു സുവിശേഷ വാക്യം, ഒരു തിരുവചനം എന്റെ മുമ്പിൽ ഇങ്ങനെ നീളത്തിൽ എഴുതി കാണുകയാണ്. സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള വരം. അത് വീണ്ടും വീണ്ടും ഞാൻ കണ്ടു, വീണ്ടും ഞാനത് പറഞ്ഞു. സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള വരം, അത് ഈശോ പഠിപ്പിക്കുന്നൊരു വാക്കാണ്. സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള വരം. ആ വരം ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന മണിക്കൂർ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പിതാവ് മഹത്വപ്പെടുന്ന അലങ്കരിക്കപ്പെട്ട ആരാധനയുടെ സമയമാണ്. അതുകൊണ്ട് ഭയങ്കര അഭിവൃദ്ധിയാണ് നമ്മൾക്ക് കൈവരിക്കാൻ പോകുന്നത്. ഭയങ്കര അഭിവൃദ്ധി. അതുകൊണ്ട് നിങ്ങളെ ലോകം വട്ടന്മാരെന്നും പൊട്ടന്മാരെന്നും ഭ്രാന്തന്മാരെന്നും നിങ്ങളെ ചില ശുശ്രൂഷകർ പോലും അസൂയപ്പെടും. നിങ്ങളെ ചില ശുശ്രൂഷകർ കല്ല് വെച്ചെറിയും. പൊട്ടത്തരം കാണിക്കലടാന്നൊക്കെ പറയും. എന്റെ ഒരു ശുശ്രൂഷ ഒരിക്കലും സ്ഥലത്ത് വെച്ച് നടന്നപ്പോഴേ അവിടെ എൻ്റെ കൂടെ അന്ന് പാട്ടുപാടാനുണ്ടായിരുന്ന ഒരു 1-2 വർഷത്തിനുള്ളിൽ നടന്നൊരു കാര്യമാണ്. അവിടെ പുള്ളി ഒരു വലിയൊരു ശുശ്രൂഷകനാണ്. അദ്ദേഹം എന്നോട് പറയാണ്, ജോയിബ്രത്തിന്റെ ശുശ്രൂഷ പല ശുശ്രൂഷകർക്ക് അസൂയ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവനൊരു ശുശ്രൂഷയില്ല. അസൂയുള്ളവൻ ദൈവത്തിന്റെ ശുശ്രൂഷകനല്ല, അവൻ ബൈബിള് പഠിച്ച പ്രസംഗകനാണ്. അവൻ ദൈവത്തിന്റെ ശുശ്രൂഷകനല്ല. അസൂയയും കലവും ഭിന്നതയും ഭിന്നിപ്പും ഈ ദൈവരാജ്യത്തിൽ ഛിന്നഭിന്നമാക്കുന്ന, രാജ്യത്തിന്റെ സുവിശേഷത്തെ ചിതറിക്കുന്ന ആ ആത്മാവ് ഏതാത്മാവാണെന്ന് മത്തായി 12 ഈശോ പരിചയപ്പെടുത്തുന്നത്. അത് അന്ധചിത്രത്തിന്റെ ആത്മാവാ. ഇന്നും ദൈവരാജ്യത്തിനകത്ത് അതുണ്ട്, ദൈവ ശുശ്രൂഷകളിൽ അതുണ്ട്, ദൈവിക കൂട്ടായ്മകളിൽ അതുണ്ട്. അന്ധചിത്രം വരുത്തുന്ന ആത്മാവ്, അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. അതൊക്കെയാണ് നേരത്തെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ചില ശുശ്രൂഷകർ കർത്താവിന്റെ ആത്മാവ് കാണിച്ചത്. ദൂതര ചങ്ങല പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് എത്രയോ പേര് സ്വതന്ത്രരായി. ഞാനതിൽ സന്തോഷിക്കുന്നു. ഈ ശുശ്രൂഷ ഇനി നമ്മളെ ഗ്ലോറിഫൈഡ് മിനിസ്ട്രിയുടെ ആ യൂട്യൂബ് ചാനലിൽ നൂറുകണക്കിന് നാളുകളിൽ കാണാം. അവരുടെ ഇടയിലുള്ള ഈ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. അതാണ് എന്റെ വലിയ മഹനീയത. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാൻ ഈ സന്ദർഭം എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് ഓരോരുത്തരായി പറയാൻ താല്പര്യമുള്ളവരൊന്ന് വരിക. കർത്താവിന്റെ മുമ്പിൽ ലജ്ജയില്ലാത്തവരൊന്ന് വരിക. അങ്ങനെ പറയുന്നവരെ ദൈവം നാളെ വലിയ ശുശ്രൂഷ ഏൽപ്പിക്കും കേട്ടോ. എല്ലാവരും വേഗത്തിൽ വന്നേ, നിങ്ങൾ കിട്ടിയ അനുഭവം ഒന്ന് പങ്കുവെച്ച്. ഹല്ലേലൂയ. ബ്രദറെ, ഞാൻ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം, എന്റെ വായയില് മുഴുവനും മധുരമായിട്ടാണ്. നല്ല ഷുഗർ കോട്ടിംഗ് പോലത്തെ നാവില് നല്ല മധുരമായിട്ട് ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. അതൊരു വചനമാണ്. തേനിലും മധുരമാ, തേനിലും മധുരമാ
യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കിയ കൃപാകളെ യേശു യേശു ക്രിസ്തു ക്രിസ്തു കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. നിങ്ങളുടെ വായിൽ കർത്താവ് പ്രവചനം വെച്ചിട്ടുണ്ട് കേട്ടോ. അതോ ഒരിക്കൽ കൂടി ഇന്ന് വീഡിയോയിൽ വന്നേ. ഞാൻ നിങ്ങളെ കുറിച്ച് പ്രവചനാത്മാവിൽ ചില പ്രവചനങ്ങൾ കൈമാറി. കർത്താവിന്റെ ആത്മാവിൽ കേൾക്കാം. ഹല്ലേലൂയ, ബസ്സലൂറിയ. സുമി സഹോദരി, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ നിങ്ങളുടെ നേരെ നോക്കുന്നു. എന്താ, ഞാൻ ആത്മാവിൽ ചില സംഭവങ്ങൾ കാണും. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടോ? കുഞ്ഞുങ്ങൾ ഉണ്ട്. എത്ര വയസ്സായവരാ? അവര് വലിയവരാണ്, +2 പഠിക്കുന്ന. ഓക്കെ. രണ്ടാമത്തെ ഇളയ ആളാണോ? അതെ. ഇളയാൾ എത്ര പഠിക്കുന്നു? അത് +2. ഓക്കെ. അവനാണോ? മകളാണ്. അവളുടെ മേലേക്ക് കർത്താവ് ഒരു പ്രത്യേക ഈ ശബ്ദവുമായി വെളിപ്പെട്ട, നാവുമായി വെളിപ്പെട്ട ഒരു അഭിഷേകത്തെ ദൈവം കർത്താവ് അവളുടെ മേലേക്ക് കൈമാറുന്നതായിട്ട് ഞാൻ ആത്മാവിൽ കാണുന്നു. നിങ്ങളുടെ ചെറിയ ഷേപ്പ് ഉണ്ടോ കുഞ്ഞിന്? അതെ, എന്റെ പോലെ ഇരിക്കുന്നേ. ആ കുഞ്ഞിന് മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പാട്ട് കേൾക്കും. എനിക്കത് അത്ര ഇഷ്ടമല്ല എപ്പോഴും പാട്ട് കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ വഴക്ക് പറയാറുണ്ട്. അയ്യോ സഹോദരി, ആ പുള്ളിക്കാരുടെ വായില് കർത്താവ് ഗാനത്തിന്റെ അഭിഷേകം വെച്ചിട്ടുണ്ട്. അവൾ കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് അടുപ്പിക്കുക കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടോ? മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട്? അതെ, എന്റെ മൂത്ത മകളും മെഡിസിന് പഠിക്കുക. അപ്പൊ ആ കുഞ്ഞിനെ ദൈവം ബ്ലസ് ചെയ്യുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവിൽ ഞാൻ കാണുന്നു. നിങ്ങളെ കർത്താവ് കുടുംബമായി അഭിഷേകം ചെയ്ത് ഉയർത്തും. നിങ്ങളെ ദൈവം മാനിച്ചുയർത്തും. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ തോളിൽ ഒരു മാൻഡിൽ ഒരു ഷാൾ കിടക്കുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. ദൈവ ശുശ്രൂഷയുമായിട്ട് നിങ്ങൾക്കൊരു കോളുണ്ട്. നിങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷയാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ മേൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോള് കിടക്കുന്നു. വായിൽ ദൈവവചനം കിടക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. എവിടെയെങ്കിലും വചനം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഞാൻ അധികം അങ്ങനെ പഠിച്ചിട്ടില്ല. വേണ്ട, ഇന്നു മുതൽ നിങ്ങൾക്ക് ആ കോള് കിടക്കുന്നതായിട്ട് ഞാൻ ആത്മാവിൽ കാണുന്നു. ദേ ഇങ്ങോട്ട് നോക്കിയേ. യേശു നല്ലവനെന്ന് വെറുതെ പറഞ്ഞാൽ മതി. നിങ്ങൾ മത്തായി പറയണ്ട, പൗലോസ് പറയണ്ട, യാക്കോബിനെ കുറിച്ച് പറയണ്ട. ചേച്ചി അറിയുന്ന ചേച്ചിയുടെ യേശുവിനെ വെറുതെ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പ്രാർത്ഥിക്കാം, യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ദേ നിങ്ങൾ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട ആളാണ്. നിങ്ങളുടെ തോളിൽ ഒരു ഷോൾ കിടക്കുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. നിങ്ങളുടെ നടുവിന്റെ റൈറ്റ് സൈഡിലുള്ള ഒരു ഏരിയ എന്നെ കർത്താവ് കാണിക്കുകയാണല്ലോ. എന്താണ്? അവിടെയാണ് ബ്രദറെ കുരു പോലെ ഉണ്ടായിരുന്ന ബയോപ്സിക്ക് കൊടുത്തേക്കും അവിടെ. ആണല്ലേ? കർത്താവ് അതിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. പിതാവേ, ഒന്നുകൂടെ തുറന്നു പറഞ്ഞ് ഞങ്ങൾക്ക് ശരിക്കും കേട്ടില്ല. ഒരിക്കൽ കൂടി ആവർത്തിക്കാവോ? എനിക്ക് നടുവിനെ അവിടെ. ബ്രദറെ കേക്കാവോ? ഇപ്പൊ കേക്കാം, ക്ലിയർ ആണ്. കേക്കാവോ ബ്രദറെ? എന്റെ പുറത്ത് നടുവിന്റെ അവിടെയായിട്ട് ഒരു ചെറിയൊരു കുരു പോലെ വന്നായിരുന്നു. അപ്പൊ അതെടുത്ത് ബയോപ്സിക്ക് കൊടുത്തേക്കുവാണ്. അതിനെ കുറിച്ച് ഒരു ആകുലതയും വേണ്ട. അത് ക്യാൻസർ അല്ല. യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകും. അതൊരു കൊളസ്ട്രോളുമായി നിങ്ങളുടെ ബോഡിയുടെ ചില സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കയറി വന്നൊരു സംഭവമാണ്. അതൊരു കള്ള പോലെ ഒരു സംഭവമാണ്. അത് ഒന്നും പേടിക്കേണ്ടതില്ല. ഡോൺ വെറി കേട്ടോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുതത്തിന്റെ വാഹികയായി ദൈവം നിങ്ങളെ ഏറ്റെടുക്കട്ടെ. ശുശ്രൂഷ ചെയ്യുക, വചനം പഠിക്കണ്ട. നിങ്ങളും കർത്താവുമായിട്ട് ബന്ധത്തിലായാൽ മതി. തുടർന്ന് ദൈവം നിങ്ങളെ വചനം പഠിപ്പിച്ചോളൂ കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. എന്തെങ്കിലും പറയാനുണ്ടോ? കർത്താവിന് നന്ദി പറയാ. ഞാനുമായിട്ട് ബന്ധമില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സെക്ഷൻ അവസാനിപ്പിക്കാം. ബ്രദറെ, ഞാൻ കണ്ണടച്ച ഉടനെ ഇങ്ങനെ ഒരു മേഘം നല്ല വെളുത്ത മേഘങ്ങൾ ഇങ്ങനെ അതിന്റെ നടുക്കായിട്ട് ഒരു ഫ്രെയിം പോലെ കണ്ടിട്ട് ഒരു കുഞ്ഞിനെ കാണുന്നേ. പക്ഷെ അത് കുഞ്ഞിന്റെ ഫേസ് ഒന്നും ക്ലിയർ കണ്ടില്ല. മേഘം ഇങ്ങനെ നിറച്ച് വൈറ്റ്
വൈറ്റ് സ്നോ പോലത്തെ മേഘങ്ങളാണ് കാണുന്നത്. അപ്പൊ അതിന്റെ നടുക്കൊരു കുഞ്ഞു പോലെ, കുഞ്ഞിന്റെ ചുമന്ന ഉടുപ്പ് ഞാൻ കണ്ടു, പക്ഷെ ഇതൊന്നും കാണുന്നില്ല. ആ കുഞ്ഞിന്റെ ബോഡി നല്ല കാണുന്നില്ല അല്ലെ? ഇല്ല ഇല്ല, ആ അങ്ങനെ കുഞ്ഞിന്റെ ക്ലിയർ ആയിട്ട് കണ്ടില്ല. അവിടെ ഒരു കുഞ്ഞുണ്ട് എന്ന് ചേച്ചിക്ക് ആത്മാവിൽ മനസ്സിലായി. അതെ അതെ. മേരി ടീച്ചറെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. അതായത് ടീച്ചർക്ക് പ്രവചന ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഏരിയ ദൈവം തുറന്നു തന്നിരിക്കുകയാണ് കേട്ടോ. ഓൾറെഡി തുറന്നു തന്നിരിക്കുകയാണ്. ഇനി ശ്രദ്ധിച്ചിട്ടെ. അതായത് ചേച്ചി ഒരു സംഭവം കാണുന്നു. ആ കാണുന്ന സംഭവം മേരി ടീച്ചർ കാണുന്നു. മേരി ടീച്ചർ കാണുന്ന സംഭവം എന്താണെന്ന് മേരി ടീച്ചർ അറിയുന്നു. ഇത് ഒരു ഒരു സംഭവം കാണുന്നു. അപ്പോൾ തന്നെ മേരി ടീച്ചർ ആ സംഭവം അറിയുന്നു. കാണുന്ന ആ സംഭവത്തെ അറിയുവാനുള്ള അഭിഷേകമാണ് പ്രവചനാത്മാവിന്റെ ഒരു സെക്കൻഡ് ഏരിയ. ഫസ്റ്റ് ഏരിയ കാണുന്ന ഏരിയ ആണ്. സെക്കൻഡ് ഏരിയ ആണ് അറിയുന്ന ഒരു ഏരിയ. മൂന്നാമത്തെ ഏരിയ ആണ് അത് പറയുന്ന ഏരിയ. ഇനി ഇതൊരു പ്രവചനമാണ്. എന്താണ് പ്രവചനം എന്നറിയാവോ? കർത്താവിന്റെ ഗ്ലോറി ഈ ശുശ്രൂഷയുടെ ആരംഭത്തിലും അവസാനത്തിലും നിറഞ്ഞു നിൽക്കുകയും ഈശോയുടെ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെ മേൽ ഉണ്ടായിരിക്കുന്നതായി ഞാൻ കാണുന്നു എന്നാണ് പ്രവാചകൻ ജോയി ആയിരുന്നെങ്കിൽ മൂന്നാമത്തെ നിലയിൽ പ്രവചിക്കുക. ടീച്ചർ രണ്ടാം നിലയിലാണ് നിൽക്കുന്നത്. ഈ രണ്ടാം നിലയിൽ ഒരാൾ ദൈവം കയറ്റി നിർത്തുന്നതല്ല, അവിടെ കൊണ്ട് നിർത്തുന്നതല്ല, മൂന്നാം നിലയിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടാനുള്ള വേദിയിലേക്കാണ് ദൈവം 1, 2 നിലയിൽ ആക്കി വെച്ചിരിക്കുന്നത്. അത് പാതി വഴി നിർത്താനല്ല. അതുകൊണ്ട് മൂന്നാമത്തെ നിലയിൽ ടീച്ചറെ കർത്താവ് അഭിഷേകത്തിന്റെ പ്രവചനാത്മാവിന്റെ ആരാധന. ഇന്ന് എനിക്ക് എന്റെ വായിൽ വന്ന വചനവും കർത്താവിന്റെ ആ ദൂതന്റെ ആ ബാഹളം ഒടിഞ്ഞു കിടക്കുന്നതൊക്കെയാണ് ദർശനം കണ്ടത്. നിങ്ങൾക്കറിയോ, പ്രവാചകന്റെ ചില ഏരിയകൾ മാത്രം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇത്രയും ദിവസം കൊണ്ട്. ഈ ദിവസങ്ങൾ മുന്നോട്ടുള്ള ദിവസങ്ങൾ പരമാവധി എനിക്ക് ശുശ്രൂഷ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം ദൈവം സാധ്യമാക്കി തരട്ടെ. അപ്പൊ ഓക്കെ, മേരി ടീച്ചർ ദൈവം മൂന്നാം നിരയിലേക്ക്, പുതിയ നിയമത്തിൽ ഒരു പ്രത്യേകതയാണ്, സ്ത്രീകളും പുരുഷന്മാരൊക്കെ പ്രവാചക ശുശ്രൂഷ അലങ്കരിക്കാറുണ്ട്. പഴയ നിയമത്തിൽ അപൂർവം ചില ആളുകൾ പ്രവചനം കൈകാര്യം ചെയ്ത ചില ദർശകമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പുതിയ നിയമത്തിൽ അത് ഉയർന്ന നിലയിൽ പ്രവാചകത്വ അഭിഷേകമുള്ള സ്ത്രീ സഹോദരികളുണ്ട്. അപ്പൊ ടീച്ചറെ അതിനുവേണ്ടി ദൈവം വിളിച്ചിരിക്കുകയാണ്. കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. All glory to the Lord. Thank you, Jesus. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇതിന് ഈ അവസരം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു വെള്ള തുണി ഇങ്ങനെ പറന്നു പോണ പോലെ തോന്നി. ആ സമയത്ത് എന്റെ ശരീരം ഭയങ്കര കനം പോലെ എനിക്ക് തോന്നി. എന്റെ കൈയൊക്കെ തന്നെ ഇങ്ങനെ എനിക്കിങ്ങനെ ബ്രദർ പറഞ്ഞ പോലെ തുള്ളി ചാടാൻ തോന്നി. എന്റെ കൈയൊക്കെ ഇങ്ങനെ വല്ലാതെ നിറച്ചിങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നു. ഞാൻ കുറെ കണ്ണീരിങ്ങനെ കണ്ണീർ കൂടെ ഇങ്ങനെ അറിയാതെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് എന്താ സമയത്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. 1-2 മിനിറ്റ് നിന്ന് ചേച്ചിയുടെ ജീവിതത്തിലെ സ്വകാര്യ മേഖലകളിൽ ചേച്ചി ഇന്നലകളിൽ അനുഭവിച്ചതുമായ കുറെ ദുഃഖത്തിന്റെ ഏരികൾ, സഹനങ്ങൾ, കണ്ണുനീർ, ഒറ്റപ്പെടലുകൾ, തെറ്റിദ്ധാരണകൾ ഒക്കെ അനുഭവിച്ച ഒരുപാട് അവഹേളനങ്ങൾ, ഈ നമ്മൾ പറയില്ല കൂടെ ഇരുന്നവർ നമുക്കെതിരെ പാര വെച്ചു എന്നൊക്കെ നമ്മൾ പച്ചമലയാളത്തിൽ പറയുന്നതിനുള്ള അങ്ങനെ കുറെ ഇങ്ങനെ ഉള്ള കുറെ സന്ദർഭങ്ങൾ, സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതെ പോയ മണിക്കൂറുകൾ, അതുപോലെ തന്നെ കരുതേണ്ടവർ കരുതാതെ വിട്ടുപോയ മണിക്കൂറുകൾ, അങ്ങനെ കുറെ ജീവിതത്തിന്റെ ഇന്നലകളിലെ ഈശോ സുഖപ്പെടുത്തിയിരിക്കുന്നതായും ചേച്ചിയുടെ മേലേക്ക് കർത്താവിന്റെ സ്നേഹത്തിന്റെ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് വീണിരിക്കുന്നതായി ഞാൻ ആത്മാവിൽ കാണുന്നു. ഈ പ്രവചനാത്മാവിൽ ദൈവം അറിയിച്ച പ്രവചനങ്ങൾ ശരിയാണോ? ശരിയാണ്. ചില മരണവുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ, മരണങ്ങളിൽ നിന്ന് അകന്നുപോയ, മരണങ്ങളിലൂടെ അകന്നുപോയ അങ്ങനെയുള്ള കുറെ എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഭർത്താവ് മരിച്ചതാണ്. അതാണ് എന്നെ കർത്താവ് മരിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ആ കുറെ മേഖലകളിൽ ചേച്ചിക്കുണ്ടായിട്ടുള്ള ഒരുപാട് നൊമ്പരങ്ങളിൽ കർത്താവ് തന്റെ പ്രവചനാത്മാവിൽ ചേച്ചിയെ സുഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് എനിക്ക് അറിയുവാൻ സാധിക്കുന്നു.
ദൈവം ചേച്ചി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ ബ്രദർ, താങ്ക് യു. അടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ ദൈവത്തിന്റെ ആത്മാവ് അവസരമുണ്ട്? നമുക്ക് സമയം പോയത് നോക്കണ്ട, നമ്മുടെ ആ സെക്ഷൻ കഴിഞ്ഞു. ഇതിപ്പോ ഇങ്ങനെ ഒരു സെക്ഷൻ ദൈവം നമുക്ക് അനുവദിച്ചതുകൊണ്ടാണ്. സാരമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ ബ്രദറെ, ശക്തി വന്ന് നിറയുന്ന ഒരു അനുഭവം ഉണ്ടായി. പിന്നെ ഈ തൊണ്ടയ്ക്ക് ഒരു ഭയങ്കരമായിട്ട് ഒരു പവർ തൊണ്ട വന്ന് നിൽക്കുന്ന ഫീൽ ഉണ്ടായി. ഒന്ന് വീഡിയോ ഓൺ ചെയ്യാമോ? ആരായിരുന്നു? നമ്മളെ എറണാകുളം സഹോദരി? അതെ 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 അതെ. ഒന്ന് വീഡിയോ ഓൺ ചെയ്ത്. ഓക്കെ ഓക്കെ. ഒന്നവിടെ കൃത്യമായിട്ട് പറഞ്ഞ് എന്തായിരുന്നു സംഭവം? ശക്തി. ഓക്കെ. ഈ ശക്തി വന്ന് വീഴുന്ന ഒരു അനുഭവം ഒന്ന് പറയാമോ ചേച്ചി? ശക്തി വന്ന് പറഞ്ഞിട്ട് എന്റെ ചേച്ചി ഈ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാം. വീഡിയോ ഒന്ന് ഓൺ ചെയ്യാമോ? വീഡിയോ ഓക്കെ ഓക്കെ. വീഡിയോ ഓൺ ചെയ്തു. ചേച്ചിന്റെ അൺമ്യൂട്ട് ചെയ്യ അതല്ല അൺമ്യൂട്ട് ചെയ്തേ. മൈക്ക് ഒന്നുകൂടെ ഞെക്കി വിട്ടെ. മൈക്ക് ഒന്ന് ഞെക്കി ജസ്റ്റ്. ഇപ്പൊ ഓക്കെ. ഇപ്പൊ വീഡിയോ പോയോ? ഓക്കെ. എനിവേ ചേച്ചി ഇനി വീഡിയോ ഓൺ ചെയ്യണ്ട. അല്ലാതെ പറഞ്ഞു. ചേച്ചി പറയുന്നത് കേൾക്കത്തില്ല. മൈക്ക് അവിടെ ഓഫാണ്. ശക്തി വന്ന് നിറഞ്ഞിട്ട് തൊണ്ടയുടെ ഇവിടെ ഇങ്ങനെ ഒരു പവർ വന്ന് തള്ളുന്ന പോലെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സ്തുതിക്കാനുള്ള ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് ചേച്ചിയുടെ ദൈവം ഉയർത്തിയിരിക്കുന്ന ഒരു ഏരിയയാണ്. ഈ എന്റെ മുമ്പിലേക്ക് ഒരു പ്രവചനം വരികയാണ് കേട്ടോ. നമ്മൾ തമ്മിൽ വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ പ്രവചനം ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. പക്ഷെ എനിക്ക് ചേച്ചിനെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ വിഷയം എങ്കിലും എന്റെ മുമ്പിലേക്ക് വരികയാണ്. ചേച്ചിന്റെ വീടിന്റെ ഉള്ളിൽ ഒരു ദൂതനുണ്ട്. ആ ദൂതൻ മരണ ദുഃഖത്തെ, ആ നഷ്ടബോധത്തെ കർത്താവ് നീക്കിക്കളഞ്ഞ് ആ ദൂതന്റെ സാന്നിധ്യം, കർത്താവ് കൂടെ ഉണ്ട് ഭർത്താവിന് പകരമായി എന്ന ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതായിട്ട്, ആ ദൂതൻ വഴി നിൽക്കുന്നതായിട്ട് ഞാൻ ആത്മാവിൽ കാണുന്നു. ചേച്ചിയുടെ പിറകിൽ യേശുവിന്റെ അമ്മയുടെ സാന്നിധ്യം ഞാൻ നിൽക്കുന്നത്. ചേച്ചിന്റെ പിറകില് മാതാവിന്റെ രൂപം ഉണ്ടോ? ഇല്ല അല്ലെ? മാതാവിന്റെ രൂപമാണല്ലോ. ചേച്ചിന്റെ പിറകിൽ മാതാവ് നിൽക്കും. ഏതാ? ഈശോ ഇരിപ്പുണ്ട്. മാതാവിനെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ട് വെച്ച്. മാതാവ് ഉണ്ടായിരുന്നു, രൂപം ഉണ്ടായിരുന്നു. മാതാവിനെ അപ്പുറത്ത് കൊണ്ട് വെച്ച് ഞാൻ വേറെ റൂമിൽ കൊണ്ട് വെച്ച്. അല്ലല്ലോ. ഓക്കെ. ഈ ചേച്ചിന്റെ കൂടെ ആ സ്വർഗത്തിന്റെ സാന്നിധ്യം നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു കേട്ടോ. പല്ല് കാണിക്കുന്നില്ല. പല്ല് വീട്ടില് ആർക്കെങ്കിലും എന്തെങ്കിലും പല്ലിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പല്ല് പുളിപ്പോ പല്ലുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നം എനിക്കുണ്ട്. ആണല്ലേ? അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. പല്ലിന്റെ കർത്താവ് മോണയും പല്ലും എന്നെ എടുത്ത് കാണിക്കുകയാണ്. അപ്പൊ അതൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അപ്പൊ അത് ചിലപ്പോ ചില സംഭവങ്ങൾ, അതായത് ഞാനൊരാളോട്, ഒരു ചേച്ചിയോട്, എനിക്കറിയാവുന്ന ഒരു സഹോദരിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, നിങ്ങളുടെ ലെഫ്റ്റ് ബ്രസ്റ്റ് എന്നെ കർത്താവ് കാണിക്കുന്നു, കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷെ ഭാവിയിൽ എന്തൊരു കുഴപ്പം ഉണ്ടാകുന്നതായിട്ട് എന്നെ കർത്താവ് കാണിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവരത് അങ്ങനെ ഒരു വലിയൊരു വിലക്ക് എടുത്തില്ല. പക്ഷെ ആ ചേച്ചിക്ക് ഈ അടുത്ത നാളിൽ ബ്രസ്റ്റിന് ഒരു പ്രശ്നമുണ്ടായി. അവര് ഒരു രോഗത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നുപോയി. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ചില പ്രവചന ദൂതുകൾ നമുക്ക് ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ളത് എനിക്ക് ആത്മാവിൽ വെളിപ്പെടും. ഈ രണ്ടും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ അത് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഗോഡ് ബ്ലെസ് യു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ബ്രദർ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. തുമ്മലൊക്കെ. ഗോഡ് ബ്ലെസ് യു.